ADM നവീൻ ബാബുവിന്റെ മരണം രാഷ്ട്രീയ വിഷയമായി ഇക്കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുടനീളം ചർച്ച ചെയ്യപ്പെട്ട് തീരുമ്പോഴും അന്വേഷണത്തിലെയോ പുറത്തുവരുന്ന റിപ്പോർട്ടുകളിലെയോ ദുരൂഹത ഇപ്പോഴും അവസാനിക്കാത്തത് എന്തുകൊണ്ടായിരിക്കും? PP ദിവ്യ നടത്തിയ വ്യക്തിഗത അധിക്ഷേപത്തിൽ മനം നൊന്താണ് നവീൻ ബാബു തൂങ്ങി മരിച്ചതെന്ന പ്രചാരണത്തിൽ തുടങ്ങി. ഒരിക്കലും കൊലപാതക സാധ്യത അന്വേഷിക്കാതിരുന്ന പ്രത്യേക അന്വേഷണ സംഘം മുൻകൂട്ടി തയ്യാറാക്കിയ തിരക്കഥ അനുസരിച്ചാണ് മുന്നോട്ടു പോകുന്നതെന്ന ആരോപണം ബലപ്പെടുകയാണ്. അല്ലെങ്കിൽ നവീൻ ബാബുവിന്റെ അടിവസ്ത്രത്തിൽ രക്തക്കറ ഉണ്ടായിരുന്നതായി കണ്ണൂർ പോലീസ് തയ്യാറാക്കിയ ഇൻക്വസ്റ്റ് റിപ്പോർട്ട് പറയുമ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലോ FIRലോ ഇതൊന്നുമില്ലാത്തത് എന്തുകൊണ്ടാണ്? സംസ്ഥാന സർക്കാരിന്റെ പോലീസ് വേണ്ട, CBI അന്വേഷിക്കണമെന്ന് കുടുംബാംഗങ്ങളും ബന്ധുക്കളും ഇപ്പോഴും ആവർത്തിക്കുന്നത് എന്തുകൊണ്ടാണ്? അന്വേഷണം അട്ടിമറിക്കപ്പെടുന്നുണ്ടോ? പരിശോധിക്കുന്നു പ്രൈം ടൈം. പാനലിൽ ചേരുന്നു കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് വസന്ത് തെങ്ങുംപള്ളി. അല്പസമയത്തിനകം CPM നേതാവ് ഇടത് നിരീക്ഷകൻ ശ്രീ റെജി ലൂക്കോസ്, BJP ജില്ലാ പ്രസിഡന്റ് N ഹരിദാസ്, ഒപ്പം റിട്ടയർഡ് SP ശ്രീ സുഭാഷ് ബാബു നമുക്കൊപ്പം ചേരുന്നു. 4 പേർക്കും പാനലിലേക്ക് സ്വാഗതം. ആദ്യം ശ്രീ റെജി ലൂക്കോസ്, പലതരത്തിലുള്ള സംശയങ്ങൾ, അതിലേക്കൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കടക്കുന്നതിന് മുമ്പ് അന്വേഷണം ശരിയായ ദിശയിലല്ല, CBI വരട്ടെ എന്ന് കുടുംബം ബന്ധുക്കളുമൊക്കെ പലപ്പോഴും ആവർത്തിക്കുന്നു. ഇന്നും ആ തരത്തിലുള്ള ബന്ധുക്കളുടെ പ്രതികരണങ്ങളൊക്കെ മാധ്യമങ്ങളിൽ വന്നിട്ടുമുണ്ട്. എന്നിട്ടും ഇടത് സർക്കാർ CBI വേണ്ട എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? ആദ്യമേ പറയട്ടെ, CBI ഏത് അന്വേഷണ ഏജൻസിയെ കൊണ്ടോ അന്വേഷിക്കണമെന്നുള്ള നിർദ്ദേശം വെക്കാനുള്ള എല്ലാ അവകാശം കുടുംബത്തിനുണ്ട്. കാരണം നഷ്ടപ്പെട്ടത് അവർക്കാണ്, അതിലൊന്നും ഒരു തർക്കമില്ല. പക്ഷെ സംസ്ഥാന സർക്കാർ എടുത്തിരിക്കുന്ന നടപടികളും പോലീസിന്റെ അന്വേഷണങ്ങളും എങ്ങനെയാണ് മോശമെന്ന് പറയാൻ പറ്റുക? ബഹുമാനപ്പെട്ട നവീൻ ബാബു മരണശേഷം തന്നെ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അതിൽ ആരോപണവിധിയായ ആളെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി പോലീസിന് സ്പെഷ്യൽ ടീമിനെ വെച്ചു. അവർക്ക് ജാമ്യം നിഷേധിക്കാനുള്ള കർശന നടപടികൾ ആദ്യഘട്ടത്തിൽ തലശ്ശേരി സെഷൻ കോടതിയിൽ പ്രോസിക്യൂഷൻ നിലപാടെടുത്തു. അവരെ അറസ്റ്റ് ചെയ്തു. അതുകൂടാതെ തന്നെ പോലീസിനെ സംബന്ധിച്ചോളമുള്ള ഒരു ടീമിന്റെ അന്വേഷണത്തിന്റെ ഫൈനൽ റിപ്പോർട്ട് കൊടുക്കാനുള്ള സമയമാകുന്നുള്ളൂ. അതിനു മുമ്പ് എങ്ങനെയാണ് സംസ്ഥാന സർക്കാരിന്റെ അന്വേഷണം തെറ്റായ വഴിയിലൂടെ യാത്രകളെന്ന് പറയുന്നത്? അങ്ങനെ സംരക്ഷിക്കാനാണെന്നുണ്ടെങ്കിൽ സംരക്ഷിക്കപ്പെടേണ്ടവരെ സംരക്ഷിച്ചില്ല എന്നുള്ള വ്യക്തമായ രീതിയിലുള്ള നമ്മുടെ ചിത്രം നമ്മുടെ മുമ്പിലില്ലേ? അതിനുള്ള നടപടികൾ നമ്മൾ സ്വീകരിച്ചില്ലേ? പിന്നെ CBI അന്വേഷിക്കുന്നതിന് സർക്കാർ എതിർക്കുന്നതിന് വ്യക്തമായ കാരണമുണ്ട്. ഒന്ന്, CBI എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാർ നിയന്ത്രിക്കുന്ന ഒരു പാവയാണ്. അവരുടെ നിർദ്ദേശം അനുസരിച്ച് അവരുടെ അന്വേഷണം മുന്നോട്ട് പോകുന്നുണ്ട്. ഇത് സുപ്രീം കോടതി 2 തവണ ശരിവെച്ചിട്ടുണ്ട്. ഒരു കൂട്ടിലടക്കപ്പെട്ട ഒരു പക്ഷിയാണ് CBI എന്നുള്ളത്. CBI വന്ന് അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ അഭിഭാവകം നല്ല ഒരു പ്രതികൾക്കും ജാമ്യം കിട്ടുന്നില്ല, അല്ലെങ്കിൽ നീതി കിട്ടുന്നില്ല. അവര് എപ്പോഴും സർക്കാരിനെയും അല്ലെങ്കിൽ CPI എന്ന് പറഞ്ഞ പാർട്ടി, അവർക്കെതിരായിട്ടുള്ള പാർട്ടിനെയും ഗവൺമെന്റിനെയും അപമാനിക്കാനും അവരെ നിയമക്കുരുക്കിൽപ്പെടുത്താനുള്ള ശ്രമം മാത്രമാണ് നടത്തുന്നത്. ഇന്ന് വരെ CBIയുടെ അന്വേഷണങ്ങളെല്ലാം നടത്തിയിരിക്കുന്നത് അത് തന്നെയാണ്. അപ്പൊ അതുകൊണ്ടാണ് കൃത്യമായ രീതിയിൽ ആ കുടുംബത്തോടൊപ്പം നിൽക്കുന്ന സർക്കാരും പാർട്ടിയും സംസ്ഥാന സർക്കാരിന്റെ അന്വേഷണ ഏജൻസികൾ അന്വേഷിച്ച് വ്യക്തമായ രീതിയിലുള്ള ശക്തമായ രീതിയിലുള്ള നടപടികൾ അല്ലെങ്കിൽ ആ അന്വേഷണ റിപ്പോർട്ട് കോടതി കൊടുക്കുന്നതിന് വരെ ഇതിനെക്കുറിച്ചൊരു ആരോപണങ്ങൾ തെറ്റായ രീതിയിൽ പ്രചരിപ്പിക്കുന്ന തെറ്റാണ്. പിന്നെ അദ്ദേഹത്തിന്റെ അടിവസ്ത്രത്തിൽ നിന്നും രക്തം കണ്ടെത്തി, രക്തത്തിന്റെ കറ അടിവസ്ത്രത്തിൽ പതിഞ്ഞിട്ടുണ്ട് എന്നുള്ള ഒരു പോലീസ് റിപ്പോർട്ട് ഉണ്ടെന്നാണ് പറയുന്നത്. ആദ്യത്തെ ആ പോലീസ് റിപ്പോർട്ടിൽ അത് തെളിയിട്ട് അത് അന്വേഷിക്കട്ടെ. അതിന് എന്തെങ്കിലും ഇതിലുള്ള കാരണങ്ങൾ കണ്ടെത്താൻ പറ്റുമെങ്കിൽ സർക്കാർ അന്വേഷണ ഏജൻസി കണ്ടെത്തട്ടെ. ഒരു അന്വേഷണ ഏജൻസി അതിന്റെ അന്വേഷണം പൂർത്തീകരിക്കുന്നതിന് മുമ്പേ എങ്ങനെയാണ് അന്വേഷണ ഏജൻസിയെ ഗവൺമെന്റിനെ കുറ്റപ്പെടുത്താൻ പറ്റുക? ഇവിടെ വെസ്റ്റേൺ ഇൻട്രസ്റ്റ് ഉണ്ട് പലർക്കും. രാഷ്ട്രീയപരമായ ഈ വിഷയത്തില് നേരത്തെ അവരുടെ ഇൻട്രഡക്ഷനിൽ ഞാൻ കണ്ടു, അത് ശക്തമായ രീതിയിലുള്ള രാഷ്ട്രീയ പ്രചരണമാണ്. ഉപതെരഞ്ഞെടുപ്പിൽ അത് പ്രതിഫലിച്ചില്ല. അങ്ങനെയാണ് ചേലക്കര ഉപതെരഞ്ഞെടുപ്പിൽ CPM സ്ഥാനാർത്ഥി തോറ്റുപോകണ്ടേ? പാലക്കാട് ഞങ്ങൾ വോട്ട് വർദ്ധിപ്പിക്കുകയില്ല. ഇപ്പൊ കേരളത്തിലെ ജനങ്ങൾക്കറിയാം ഇതിനകത്ത് രാഷ്ട്രീയം കാണുന്നതാണെന്നും അനാവശ്യമായ രാഷ്ട്രീയ കഥകൾ രചിച്ച് വാസ്തുവിലെ കുടുംബത്തിന് കിട്ടുന്ന നീതി നിഷേധിക്കുന്നതിൽ ഇത്തരം കഥകൾ രചിക്കുന്നവരാണ് കുറ്റവാളികൾ അല്ല. ശ്രീ റെജി ലൂക്കോസ്, ആ സ്ഥാപിത താല്പര്യക്കാർ എന്ന് പറയുന്നതിൽ താങ്കൾ നവീൻ ബാബുവിന്റെ കുടുംബത്തെ ഉൾപ്പെടുത്തിയിട്ടില്ലല്ലോ അല്ലേ? ഒരിക്കലുമില്ല. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ആ കുടുംബത്തിന്റെ പേര് വലിച്ചഴിച്ച് ആ കുടുംബത്തിനെ കുറ്റവാളാക്കിയോ അല്ലെ അവര് തെറ്റായ രീതിയിൽ ചിന്തിക്കുന്നതൊന്നും പറയാനായിട്ട് നമ്മൾ ആരുമല്ല. ഞങ്ങളൊക്കെ ആദ്യം പോലുള്ള നിലപാടുള്ളതാണ്.
അവരൊരിക്കലും ആ സംഘത്തിലില്ല. അങ്ങനെയാണെങ്കിൽ നവീൻ ബാബുവിന്റെ ഭാര്യയാണല്ലോ ആദ്യമായി ഒരു കൊലപാതക സാധ്യതയും ഒരു നരഹത്യാ സാധ്യതയും അന്വേഷിക്കണമെന്ന് പറഞ്ഞത്. പക്ഷേ അങ്ങനെ ഒരു നിലപാടേ വേണ്ട എന്ന ഒരു സ്റ്റാൻഡാണല്ലോ സർക്കാർ എടുത്തത്, CPM എടുത്തത്, അന്വേഷണ സംഘവും പോലീസും ഒക്കെ എടുത്തത്. ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയതും അതാണല്ലോ. അതായത് കുടുംബത്തിനൊപ്പമാണ് നിൽക്കുന്നതെങ്കിൽ അങ്ങനെ ഒരു സംശയമുണ്ടെങ്കിൽ അത് സംസ്ഥാന പോലീസിന് അതുമായി മുന്നോട്ട് പോകാൻ കഴിയുന്നില്ലെങ്കിൽ കുടുംബം പറയുന്ന അന്വേഷണത്തിനൊപ്പം നിൽക്കുക എന്നുള്ളതല്ലേ യഥാർത്ഥ ധർമ്മം? അല്ല, അത് തെറ്റായ വ്യാഖ്യാനാണ്. കാരണം പോലീസിലെ അന്വേഷണ ഏജൻസി, പോലീസിനെ ഒരു ടീമിൽ 5 അംഗ SIT-നെ ഈ അന്വേഷണ ഏജൻസിനെ ഇത് നിയമിച്ചപ്പോൾ തന്നെ ഈ രീതിയിലുള്ള അന്വേഷണങ്ങളെ പാടുമെന്ന് സർക്കാർ പറഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും ഗവൺമെന്റ് അങ്ങനെ പറയുമോ? അങ്ങനെ പറഞ്ഞാൽ കേൾക്കുന്നവരോടെ അന്വേഷണ ഏജൻസികൾ തെറ്റായ ഒരു വ്യാഖ്യാനമല്ല. അവിടെ ഇത്തരം വ്യാഖ്യാനങ്ങളാണ് ഈ അന്വേഷണ ഏജൻസിയെ കുറിച്ചുള്ള കുറ്റാരോപിതരായിട്ടുള്ള അല്ലെങ്കിൽ അവരെ കുറ്റക്കാരാണെന്ന് അഡ്വാൻസ് ആയിട്ട് പ്രഖ്യാപിക്കുന്നതിൽ ചിലർ വിലയുന്ന ഈ സ്റ്റോറി എന്ന് പറയുന്നത്. അവരന്വേഷിക്കട്ടെ, അവരെല്ലാ വിവരങ്ങളും അന്വേഷിക്കും. പിന്നെ അവരുടെ അന്വേഷണങ്ങൾ എല്ലാ ദിവസവും അവരെ പത്രസമ്മേളനം നടത്തി വെളിപ്പെടുത്താൻ പറ്റുമോ? ഒരിക്കലും പറ്റത്തില്ല. അത് ഇനി കൊലപാതകമാണെന്നുള്ള അന്വേഷണ ഏജൻസി കണ്ടുപിടിക്കട്ടെ. അതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. നമ്മളൊക്കെ ഈ ചർച്ചകൾ അല്ല, അത് കണ്ടുപിടിക്കാൻ ഹൈക്കോടതിയിൽ അന്വേഷണ സംഘം സമർപ്പിച്ച റിപ്പോർട്ടിൽ ഹൈക്കോടതി ചോദിക്കുമ്പോൾ CBI അന്വേഷണം വേണ്ട എന്ന സർക്കാർ വാദത്തിന് ഉപോത്ബലകമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള സംശയമുണ്ടോ, അല്ലെങ്കിൽ സംശയം അന്വേഷിക്കാമെന്നല്ല, കൊലപാതക സാധ്യതയുണ്ടെങ്കിൽ അന്വേഷിക്കും. പക്ഷേ ഇങ്ങനെ ഒരു അന്വേഷണം ഇതുവരെ അന്വേഷണ സംഘം നടത്തിയിട്ടില്ല, അല്ലെങ്കിൽ ആ തരത്തിലേക്കുള്ള ഒരു വെർഷൻ ഇതുവരെ വന്നിട്ടില്ല എന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയും ചെയ്യുന്നു. മാത്രമല്ല PP ദിവ്യയെ മാത്രം പ്രതിക്കൂട്ടിൽ നിർത്തിയിട്ടുള്ള അന്വേഷണം മാത്രമാണ് പ്രത്യേക അന്വേഷണ സംഘം ഈ മിനിറ്റ് വരെ നടത്തിയിരിക്കുകയും ചെയ്തിരിക്കുന്നത്. അല്ല, PP ദിവ്യ അല്ല, ആരാണെങ്കിലും പ്രതിയാണോ, പ്രതിക്കൂട്ടിലുണ്ടോ, പ്രതിക്കൂട്ടിലില്ല എന്നൊക്കെ തീരുമാനിക്കേണ്ടത് അന്വേഷണ ഏജൻസിയാണ്. അത് തെളിവനുസരിച്ച് കോടതി വിധി വരുമ്പോഴേ ഉള്ള ഒരാൾ പ്രതിയാണോ അല്ലെന്നുള്ളത് നമുക്ക് തീർപ്പ് കൽപ്പിക്കാൻ പറ്റത്തുള്ളൂ. അഡ്വാൻസ് ആയിട്ട് ആരുടെ മുമ്പിൽ വിരലിച്ചുകൊണ്ട് ആവശ്യമില്ല. അത് കുറ്റം ചെയ്തവര് ഉണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെട്ടിട്ട് അദ്ദേഹം ആത്മഹത്യ ചെയ്ത് വേറെ എന്തെങ്കിലും കാരണത്തിലാണെങ്കിലോ ഇതാണെന്നെന്താ ഉറപ്പിരിക്കുന്നത്. കാരണം അദ്ദേഹത്തിന് 5:30 വരെ അദ്ദേഹം ബഹുമാനപ്പെട്ട നവീൻ ബാബു റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടടുത്തൊരു ക്ഷേത്രത്തിന്റെ ഫ്രണ്ടിൽ വന്നു. വണ്ടിയിൽ ഇറങ്ങുമ്പോൾ അദ്ദേഹത്തോട് ഡ്രൈവർ ചോദിച്ചു, സാർ റെയിൽവേ സ്റ്റേഷൻ ഡ്രോപ്പ് ചെയ്യണ്ട, വേണ്ട കാസർഗോഡ് നിന്ന് എന്റെ സുഹൃത്തുക്കൾ ഒരു സുഹൃത്ത് കാറുമായിട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഇതൊക്കെ നിങ്ങൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ്, ഞങ്ങളൊക്കെ അങ്ങനെ കേട്ടിരിക്കുന്നത്. അതിനുശേഷം അദ്ദേഹം ആ ക്വാർട്ടേഴ്സ് വിട്ട് വീട്ടിലേക്ക് പുറപ്പെട്ട അദ്ദേഹം വെളുപ്പിനെ 5:56 ആത്മഹത്യ ചെയ്തതായിട്ട് തെളിഞ്ഞിരിക്കുന്നത്. അദ്ദേഹം അതിന് തൊട്ട് മുമ്പ് മെസ്സേജ് അയച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് സബോർഡിനേഷനും വീട്ടിലേക്കും. അപ്പൊ അതെല്ലാം അന്വേഷിക്കട്ടെ, എന്താണ് അതിന്റെ കാരണങ്ങൾ. അതോ ഇനി ആത്മഹത്യയല്ല മറ്റെന്തെങ്കിലും ആണോ? പോലീസിന്റെ പ്രാഥമിക റിപ്പോർട്ടല്ലോ, പോലീസിന്റെ ഫൈനൽ റിപ്പോർട്ട് തലശ്ശേരി സെഷൻ കോടതിയിൽ കൊടുത്തു കഴിയുമ്പോഴല്ലേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അതിനു മുമ്പ് വരെ എങ്ങനെയാണ് നിഗമനത്തിലെത്തുന്നത്? അപ്പൊ സർക്കാരിനെയും പാർട്ടിനെയും വേട്ടയാടുക. ഒരു കാര്യം കൂടെ, ഒരു പ്രതി അല്ല, ഒരുപാട് പ്രതികളുണ്ട്. അതിലേക്കെല്ലാം അന്വേഷണം പോകണമെങ്കിൽ ഈ പറയുന്ന കുടുംബത്തിന്റെ സംശയം കൂടി അഡ്രസ്സ് ചെയ്യപ്പെടണം എന്നാണ് കുടുംബാംഗങ്ങൾ കോടതിയിലും പറഞ്ഞിരിക്കുന്നത്. അതൊരു വശത്ത്. അതേ സമയത്ത് ഇന്ന് PV അൻവർ പറയുന്നു മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നവീൻ ബാബുവിന് അറിയാമായിരുന്നു. അതായത് ഇങ്ങനെ നിയമവിരുദ്ധമായിട്ടുള്ള ചില കാര്യങ്ങൾ ചെയ്യാൻ P ശശി പ്രേരിപ്പിക്കുകയാണ് എന്ന് നവീൻ ബാബു പലരോടും പറഞ്ഞിരുന്നു എന്നതുള്ളൊരു ആരോപണമൊക്കെ അൻവറിന്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നു. അതായത് ഒരു ദിവ്യയിൽ മാത്രം ചാരി നിന്നുകൊണ്ടുള്ള അന്വേഷണമല്ല വേണ്ടതെന്ന് കുടുംബവും അത്തരം ചില ആരോപണങ്ങൾ പുറത്തുനിന്നും ഒക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അന്വേഷണം കേന്ദ്ര ഏജൻസി ഏറ്റെടുക്കുന്നതല്ലേ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം തലവേദന മാറാൻ നല്ലത്. PV അൻവറിന്റെ അവസ്ഥ നമുക്കറിയാമല്ലോ. PV അൻവർ ചെറുത്താനും കടലിടയ്ക്കാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ. അദ്ദേഹത്തിന് ഇപ്പൊ എവിടെയാണെന്ന് അദ്ദേഹത്തിന് പോലും അറിയത്തില്ല. അദ്ദേഹം കൽക്കട്ടയിലെ പാർട്ടിനെ പറ്റി കേരളത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. DMK ആണ് സഖ്യകക്ഷി, അല്ലെങ്കിൽ DMKയുടെ ബ്രാഞ്ചാണ് കേരളത്തിൽ ഓപ്പൺ ചെയ്ത് പറഞ്ഞിട്ട് ഇപ്പൊ പറയുന്നു അവരെ നമ്മൾ ഉപേക്ഷിച്ചെന്ന് പറയുന്നു. അങ്ങനെയുള്ള ആൾക്ക് എന്തെല്ലാം പറയാൻ പറ്റും? P ശശിയെ കുറിച്ച് ഇദ്ദേഹം നേരത്തെ ആരോപണം കൊണ്ടതില്ലേ? ശശി വക്കീലോട്ട് നിയമങ്ങളോട് ശരിക്കാൻ പോയി. ഇന്ന് ബഹുമാനപ്പെട്ട P ശശി പറഞ്ഞിരിക്കുന്നു തനിക്ക് നവീൻ ബാബുവിനെ അറിയത്ത് പോലുമില്ല, തന്റെ പേര് അനാവശ്യമായിട്ട് വലിച്ചടിക്കുന്നതിന് അദ്ദേഹത്തിന് കോടതി കയറാൻ പോവാണ്. ഇപ്പൊ PV അൻവർ പറയുന്നൊക്കെയാണ് നിങ്ങളൊരു ഓതന്റിക് ഒപ്പീനിയൻ ആയിട്ടൊക്കെ എടുക്കുന്നത്. വളരെ കഷ്ടമുണ്ട്. PV അൻവർ അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ പറയുന്നുണ്ട്. PV അൻവർ തന്നെ ഇപ്പൊ സ്ഥിരതയില്ല, താൻ അവിടെ നിൽക്കണമെന്നുള്ളൂ. തന്റെ അവസ്ഥ എന്താണെന്നുള്ളത്. അപ്പൊ PV അൻവറിനെ പോലുള്ളവരാണ് പത്രസമ്മേളനം നടത്തി മാധ്യമങ്ങളെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ വേണ്ടിയിട്ട് പതിവ് പല്ലവി ആവർത്തിക്കുന്നുണ്ട്. നിങ്ങൾ അതിലേക്ക് വോട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ വസ്തുത്തിൽ അതിശയം തോന്നുന്നു. ആരാണ് അൻവർ എന്നുള്ള പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ, പ്രത്യേകം പറയേണ്ട ഒരു കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് PV അൻവർ എന്ന് പറയുന്നത് വാപോയ കൊടാലി പറയുന്ന വാക്കുകൾക്കൊന്നും അതിനെ വെറും ആരോപണമായിട്ട് എടുത്താൽ പോലും അപ്പോഴും ഈ വിഷയം വരുന്നത് നവീൻ ബാബുവിന്റെ കുടുംബം പറയുന്നതാണ്. വളരെ ധൃതി പിടിച്ച് ഇൻക്വസ്റ്റ് നടത്തി, പോസ്റ്റ്മോർട്ടം നടത്തി, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തണം എന്നാവശ്യപ്പെട്ടും അത് ചെയ്തില്ല. പകരം മണിക്കൂറുകൾ അവർ പുറപ്പെട്ടിട്ടും ആ മണിക്കൂറുകൾ പോലും കാത്തു നിൽക്കാൻ കൂട്ടാക്കിയില്ല. അങ്ങനെ ഒരുപാട് സംശയങ്ങൾ കുടുംബാംഗങ്ങളുടെ ഭാഗത്തുണ്ട്.
അതിന് ഉപോത്ബലകമായിട്ടല്ല അൻവർ പറയുന്നത്, മറ്റൊരു ആരോപണമാണ്. പക്ഷേ ഈ ചില ദുരൂഹതകൾ അന്വേഷണവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ചില നടപടിക്രമങ്ങളുടെ ഭാഗമായി ബന്ധപ്പെട്ട് തുടക്കം തൊട്ട് തന്നെ ഒരാൾ മരിക്കുമ്പോൾ അത് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചതാണോ, കൊല ചെയ്യപ്പെട്ടതാണോ എന്നുള്ളൊരു സംശയം പോലും വരാതെ ആത്മഹത്യ ചെയ്തതാണ് എന്ന തരത്തിലുള്ള പ്രചാരണം സൈബർ ഇടങ്ങളിലും നടന്നു. കണ്ണൂരിലെ പാർട്ടി സൈബർ ഹാൻഡിലുകൾ ആ രീതിയിലാണ് പ്രചരിപ്പിച്ചത്. ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ ഇതിനകത്ത് ഒരു ദുരൂഹതയുമില്ല. ഇത് ഈ തരത്തിൽ അന്വേഷണം ഇതിന്റെ എല്ലാം നൂലാമാലകൾ അഴിച്ചെടുക്കും എന്ന് സാധാരണക്കാർക്ക് എങ്ങനെ വിചാരിക്കാൻ കഴിയും? അല്ല, സൈബർ ഇടങ്ങളാണോ കേരളത്തിലെ നിയമം എന്താണ് അല്ല, തീരുമാനിക്കുന്നത്? അതൊരു വിഷയമാണ്. ഞാനൊരു 3-4 റീസൺ ആണ് പറയുന്നത്. പല പോയിന്റാണ് ഞാൻ പറഞ്ഞത്. അല്ല, സൈബർ ഇടങ്ങളിലെ പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം അത് വെച്ചാണ് കേരളത്തിലെ കോടതി ഉത്തരവ് പുറപ്പെടുവിക്കുന്നത്. സൈബർ ഇടങ്ങളെ എന്തെല്ലാം പറയും, ഏതെല്ലാം വ്യക്തിഗതികൾ, ഏതെല്ലാം തരത്തിലുള്ള ഇമാജിനേഷൻസ് ഊരും പേരും ഇല്ലാത്ത സൈബറുകാരെ പറയുന്നുണ്ട്. അതൊക്കെയാണ് ഒരു ഓതന്റിക് അഭിപ്രായമായിട്ട് പറയുന്നത്. എനിക്ക് പറയാനുള്ളത്, കുടുംബത്തിന് പറയാനുള്ള കാര്യങ്ങൾ അവർ കോടതിയിൽ അവതരിപ്പിച്ചു. അവർ ഹൈക്കോടതിയിൽ ഹർജി കൊടുത്തു. സർക്കാരിന് പറയാനുള്ള കാര്യങ്ങൾ സർക്കാരും പറഞ്ഞു. സർക്കാർ പാർട്ടി ആ കുടുംബത്തോടൊപ്പം അത് ഞങ്ങൾ CPM പാർട്ടി പലതവണ ആവർത്തിച്ച് പറഞ്ഞു, ഈ ഗവൺമെന്റ് ഈ കാര്യത്തിലെടുത്ത് നടപടി ഏതാണെന്ന് ഇനി ഒരു വിശദീകരണത്തിന് ഒരു ആവശ്യമില്ല. കാരണം മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ നടപടി സ്വീകരിച്ച സർക്കാരാണ്. ഒരു വിട്ടുവീഴ്ച ഇക്കാര്യത്തിൽ ആരോടും ചെയ്തിട്ടില്ല. പക്ഷേ CBI ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കേസ് കുഴിച്ചു കൂടപ്പെട്ടതോട് അദ്ദേഹത്തിന് നീതി കിട്ടുന്നില്ല, കുടുംബത്തിന് നീതി കിട്ടുന്നില്ല. അവര് വന്ന് പണ്ട് P. ജയരാജനെ കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ഘോഷയാത്ര നടത്തി, ആർട്ടിവേഷനെ അദ്ദേഹത്തിന് നടത്തി വേട്ടയാടിയ പോലെ ഒരു വേട്ടയാടലുള്ള നടക്കുമായിരിക്കും. അതൊന്നും അതുകൊണ്ടാണ് പരമോന്നത കോടതി, സുപ്രീം കോടതി 2 തവണ പറഞ്ഞത് ഇതൊരു പാവയാണ്, ഇത് കൂട്ടിലടക്കപ്പെട്ട. ശ്രീ റെജി ലൂക്കോസ്, അപ്പോഴും ഒറ്റ വിഷയം, ഇതിനകത്ത് കുറ്റക്കാരെന്ന് കണ്ടവർക്കെതിരെ നടപടിയെടുക്കാൻ പറഞ്ഞല്ലോ, അങ്ങനെ ഞങ്ങൾ നടപടിയെടുത്തല്ലോ എന്ന് പറയുമ്പോൾ ഇതിന് മുന്നിൽ നിർത്തിയിരിക്കുന്നത് ഒരേ ഒരു പ്രതിയെ മാത്രമാണ്. ഇപ്പോൾ അത് പാർട്ടിയാണെങ്കിലും സർക്കാരാണെങ്കിലും പോലീസ് ആണെങ്കിലും ഒക്കെ ഇതല്ല, ഇതിനപ്പുറത്തുമുണ്ട് കാര്യങ്ങൾ എന്നാണ് കുടുംബം പറയുന്നത്. അതാണ് മറ്റുള്ളവരുടെയും ആരോപണം. പക്ഷെ പാർട്ടിയും സർക്കാരും പറയുന്നത് അല്ലെങ്കിൽ പോലീസും പറയുന്നത് ഇത്രേ ഉള്ളൂ കാരണം എന്നുള്ളതാണ്, അല്ലേ? അല്ല, കുറ്റക്കാരെന്ന് ആരെ കണ്ടുപിടിച്ചു? കുറ്റവാളിയെ കുറ്റക്കാരാണെന്ന് കണ്ടുപിടിക്കുന്നത് വിധി വന്നതിന് ശേഷമല്ല. ഇവിടെ ആരും കുറ്റക്കാരായിട്ട് കണ്ടുപിടിച്ചിട്ടില്ല. ആരോപിതയായിട്ട് ചില ആളുകൾ ചിത്രീകരിച്ച കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന PP ദിവ്യ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടു. അവര് കുറ്റക്കാരിയാണോ അല്ലെന്ന് തീരുമാനിക്കേണ്ടത് ബഹുമാനപ്പെട്ട കോടതിയല്ലേ? അല്ല, പാർട്ടി നേരത്തെ തീരുമാനിച്ചല്ലോ. പാർട്ടി തീരുമാനിച്ചത് കൊണ്ടാണല്ലോ അവരെ തരം താഴ്ത്തിയത്. മറ്റാരും തീരുമാനിച്ചില്ലെങ്കിലും കോടതി വിധി വരുന്നതിന് മുൻപേ പാർട്ടി തീരുമാനിച്ചല്ലോ. അല്ല, പാർട്ടി ഒരു ആരോപണം ഉണ്ടായപ്പോൾ CPM എന്ന് പറഞ്ഞ പാർട്ടി ആരോപിതരായിട്ട് ശക്തമാരിൽ വരുന്നവർക്കെതിരെ അച്ചടക്കത്തോടെ സ്വീകരിക്കാറുണ്ട്. അതിന്റെ പ്രാഥമിക നടപടി. അല്ല, ആ കണക്കുകളൊക്കെ പറഞ്ഞാൽ കണക്കുകൾ പറഞ്ഞാൽ പല ആരോപണങ്ങൾ എടുത്ത നടപടിയൊക്കെ ചോദിക്കേണ്ടി വരും. അതവിടെ നിൽക്കട്ടെ, അതൊക്കെ ഞാൻ അക്കമിട്ട് പറയേണ്ടി വരും. ദിവ്യയുടെ വിഷയത്തിനകത്ത് നേരത്തെ പാർട്ടി ഒരു തീരുമാനമെടുത്തു, ജയിലിൽ കൊണ്ടുപോയി ഉത്തരവ് കൊടുത്തു. കുറ്റക്കാരിയാണ് എന്ന് പൊതുജനമധ്യത്തിൽ കോടതി വിധി വരുന്നതിന് മുൻപേ പാർട്ടി തീരുമാനമെടുത്തിരുന്നു. ഇല്ല, ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഈ പൊതുജനം കുറ്റവാളിയാണോ അല്ലയോ എന്നൊക്കെ തീരുമാനിക്കുന്നത് ഏത് രീതിയിലാണ്? അല്ല, പാർട്ടി തീരുമാനമെടുത്തു. പൊതുജനം തീരുമാനിച്ചാലും ഇല്ലെങ്കിലും പാർട്ടി അതനുസരിച്ച് തീരുമാനം എടുത്തല്ലോ. കോടതി വിധി വരുന്നതിന് മുന്നേ പാർട്ടി തീരുമാനിച്ചല്ലോ. അല്ല, പാർട്ടി എടുത്തത് പാർട്ടിയുടെ ഉത്തമമായ ആർജവത്വമാണ്. ഈ പാർട്ടിയുടെ ധാർമ്മികതയാണ്. അവരെ മാറ്റി നിർത്തി, അവരെ പാർട്ടിയിൽ പുറത്താക്കിയിട്ടില്ല. അത് അവർക്ക് അറിയാമോ? തരം താഴ്ത്തി ഇല്ലേ? ഏറ്റവും കടുത്ത അച്ചടക്ക നടപടി, രണ്ടാമത്തെ കടുത്ത അച്ചടക്ക നടപടി ചെയ്തു. അത് പാർട്ടിയിൽ വളരെ അത്യപൂർവമായിട്ടുള്ള ഒരു കടുത്ത അച്ചടക്ക നടപടി ചെയ്തു. അത് പാർട്ടിയുടെ നിലപാടാണ്. എന്നിട്ട് പാർട്ടി വിചാരിക്കുന്നുണ്ട് മാറ്റി നിർത്തിയതാണ് എന്ന് പറഞ്ഞാൽ അത് ദഹിക്കാൻ പറ്റില്ല. ശ്രീ റെജി ലൂക്കോസ്. അല്ല, ശരിയാണെന്ന് ഞാൻ പറഞ്ഞു. ഞങ്ങളുടെ പാർട്ടി ആദ്യമായിട്ടല്ല ഒരു സഖാവിനെതിരെ നിലപാടെടുക്കുന്നത്. എത്രയോ സഖാക്കൾക്കെതിരെ സാക്ഷാൽ ഇപ്പോൾ അല്ല, ഈ പൊതുജനങ്ങളുടെ ബോധ്യം അനുസരിച്ച് സൈബർ ഹാൻഡിലുകൾ പറയുന്നതനുസരിച്ച് നടപടിയെടുത്തത് പാർട്ടിയാണ്, മറ്റാരുമല്ല. മാധ്യമങ്ങളോ ജനങ്ങളോ അല്ല, പാർട്ടിയാണ് നടപടിയെടുത്തത്. ആ ബോധ്യത്തിന് അനുസരിച്ചുകൊണ്ട് അന്വേഷണ സംഘത്തെ മുന്നോട്ടു പോകാൻ നിർബന്ധിതമാക്കുന്നത് പിന്നെ വേറെ ആരായിരിക്കും? അല്ല, ഈ പാർട്ടി നയിക്കുന്ന സർക്കാരല്ലേ, സർക്കാരിന്റെ പ്രോസിക്യൂട്ടർ അല്ലേ അവരെ ജയിലിലേക്ക് അടപ്പിച്ചത് ശക്തമായ വാദങ്ങളിലൂടെ. അപ്പൊ ഞാൻ പറഞ്ഞത് നിങ്ങളാ പറയുന്നത് എന്താ അർത്ഥമുള്ളത്? PP ദിവ്യയെ സംബന്ധിച്ചോളം പ്രഥമ ദൃഷ്ടിയാല് അവർ ചെയ്തതിനകത്ത് ധാർമ്മികമായ എന്തെങ്കിലും നിലപാടുണ്ടെങ്കിൽ, തെറ്റുണ്ടെങ്കിൽ അത് നടപടി സ്വീകരിക്കാനുള്ള CPM പറഞ്ഞ പാർട്ടിയുടെ ഒരു എന്താ പറയുക സ്വാഭാവികമായിട്ടുള്ള ഒരു ഭരണക്രമമാണ്, അതിന്റെ ചട്ടമാണത്. അത് ഞങ്ങൾ ചെയ്തു. എന്നിട്ട് നിങ്ങൾ എങ്ങനെയാണ് ഈ പാർട്ടി അങ്ങനെയാണ് പിന്നെ നിങ്ങൾ എന്താ ഈ പാർട്ടിയുടെ സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നത്? നടപടി സ്വീകരിച്ച പാർട്ടിയെ കുറ്റപ്പെടുത്തുക, അവരെ സംരക്ഷിക്കുകയാണെന്ന് നിങ്ങൾ അതേ വായി കൊണ്ടുവരെ പറയുകയും ചെയ്തു. അപ്പൊ ഇതൊരു കോൺട്രഡിക്ടറി, ഇത് തമ്മിൽ പൊരുത്തപ്പെടുത്തില്ലല്ലോ.
ഒരേ സമയം പറഞ്ഞു പാർട്ടി നടപടിയെടുത്തെന്ന് പറഞ്ഞു, ഒരേ സമയം പറഞ്ഞു പാർട്ടി സർക്കാർ അവരെ സംരക്ഷിക്കുകയാണെന്ന് പറഞ്ഞു. ഇതിലേതിലാണ് നിങ്ങൾ നിൽക്കുന്നത്? പാർട്ടിയിൽ സർക്കാർ ഈ അന്വേഷണത്തിൽ ഒരു പൊതുബോധ്യം, ഒരു പ്രജുഡിസ് അനുസരിച്ച് ഈ മരണം ഉണ്ടായതിനു ശേഷമെല്ലാമുള്ള ഈ താങ്കൾ നേരത്തെ പുച്ഛിച്ചു തള്ളിയ ആ സൈബർ പ്രചാരണം അടക്കം നടക്കുന്നു. ആ നിലയിൽ തന്നെ അന്വേഷണം മുന്നോട്ട് പോകുന്നു. പോലീസ് അതേ തരത്തിൽ അന്വേഷണം നടക്കുന്നു. പ്രത്യേക അന്വേഷണ സംഘം വരുമ്പോഴും അത് തന്നെ പോകുന്നു. ഇതല്ല, ഇതിനപ്പുറത്തേക്കുണ്ട് എന്ന് നവീൻ ബാബുവിന്റെ കുടുംബം കോടതിയിൽ പറയുമ്പോൾ പോലും അതല്ല, തുടക്കത്തിലുള്ള ആ പ്രജുഡിസിൽ തന്നെ നിൽക്കുന്നു പോലീസ്, സർക്കാർ, CPM. തെറ്റല്ലേ? CPM-നെ ഏതെല്ലാം രീതിയിലുള്ള ഇപ്പൊ ഉസ്ബെക്കിസ്ഥാനിൽ മഴ പെയ്താൽ അല്ലെങ്കിൽ വെള്ളപ്പൊക്കം ഉണ്ടായാൽ കേരളത്തിലെ CPM കുറ്റക്കാരെന്ന് നിങ്ങൾ പറയുന്ന രീതിയിലുള്ള ലാഘവത്തോടുള്ള മറുപടി അതിനത് അർഹിക്കത്തുള്ളൂ. CPM എന്ന് പറഞ്ഞ പാർട്ടി ഇതിനപ്പുറം എന്താ നടപടിയിരിക്കുന്നത്? CPM-ന് അവരെ ശിക്ഷിക്കാനുള്ള അധികാരമുണ്ടോ നിയമപരമായിട്ട്? CPM എടുക്കാവുന്ന രീതിയിലുള്ള ധാർമ്മിക നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞു. അതിന്റെ ശരിയും തെറ്റൊക്കെ ഇനി പിന്നീട് വരും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കോടതി തീരുമാനിക്കേണ്ടത്. ഇനിയിപ്പോ നിങ്ങൾ കോടതിക്ക് കൊടുക്കുക അന്വേഷണത്തെ കുറിച്ച്. അതിനെ പറയാം, നിങ്ങൾക്ക് എങ്ങനെയാണ് CPM-നെ ഈ സർക്കാരിനെ ഈ PPDB-യുടെ അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് 1.5 മാസമായിട്ട് നിങ്ങൾ ചർച്ച ചെയ്യുക. ഇതിൽ എന്ത് പ്രയോജനം? കേരളത്തിലെ ജനങ്ങൾ വിശ്വസിച്ചോ? കേരളത്തിലെ ജനങ്ങൾ ഒരു കുട്ടിയാലും വിശ്വസിച്ചു നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ആദ്യമൊക്കെ കുറെ തെറ്റിദ്ധാരണ ഉണ്ടായി. സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ വിമർശിക്കാൻ പാടില്ല, സർക്കാർ ഉദ്യോഗസ്ഥർ എന്ന് പറയുന്നത് വിമർശനത്തിന് അതീതമായ ഒരു വരേണ്യ വർഗമാണെന്നുള്ള ഒരു പൊതുബോധം സൃഷ്ടിക്കാൻ നിങ്ങൾ മാധ്യമങ്ങൾ ശ്രമിച്ചു. നിങ്ങൾ ഇതേ മാധ്യമങ്ങൾ തന്നെ പാവപ്പെട്ടവന്റെ ക്ഷേമ പെൻഷൻ അടിച്ചെടുത്തപ്പോൾ അതേ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നിങ്ങൾ വാർത്ത കൊടുത്തു. അപ്പൊ നിങ്ങൾക്ക് ഒരു സ്റ്റാൻഡിൽ നിങ്ങൾക്ക് ഗവൺമെന്റിനെതിരെയുള്ള സ്റ്റാൻഡ് മാത്രമേ ഉള്ളൂ. അല്ല, അങ്ങനെ മാധ്യമങ്ങൾക്കും സമൂഹ മാധ്യമങ്ങൾക്കും സ്റ്റാൻഡ് ഇല്ലെങ്കിൽ ആ സ്റ്റാൻഡ് ഇല്ലായ്മയ്ക്ക് അനുസരിച്ച് തുള്ളുന്നതാണോ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നിലപാട്? ഞങ്ങളുടെ പാർട്ടി എങ്ങനെയും തള്ളുന്നില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ കൊടുത്ത കഴിഞ്ഞ 8 വർഷമായിട്ട് നിങ്ങൾ മാധ്യമങ്ങൾ കൊണ്ടുവന്ന വ്യാജ വാർത്തകൾക്കനുസരിച്ചാണെന്നുണ്ടെങ്കിൽ പിണറായി വിജയൻ 50 തവണ രാജിവെക്കേണ്ട വന്നല്ലോ. അങ്ങനെ തുള്ളുന്ന പാർട്ടിയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് അവരുടെ പോലുള്ള മുതിർന്ന മാധ്യമപ്രവർത്തകർ പറയുന്നത്? നിങ്ങളുടെ ആവശ്യമാണത്. നിങ്ങൾ അവരുടേക്കും അറിയാം, ഇത് കേൾക്കുന്ന ആൾക്കാർക്കും അറിയാം ഇത് ഈ പറയുന്ന വാദങ്ങളൊന്നും ശരിയല്ല എന്നുള്ളവരും. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ എത്ര പേര് സംരക്ഷണമുണ്ട്? 2 മന്ത്രിമാർക്കെതിരെ UDF സർക്കാരിന്റെ കാലത്ത് ഒരു അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് കൊടുത്തിട്ട് ഒരു ചെറിയ നടപടി സ്വീകരിച്ചു. അല്ല ശ്രീ റെജി ലൂക്കോസ്, അപ്പോഴും എനിക്ക് ഇത് ആശയക്കുഴപ്പമുണ്ട്. ഇത് ഇങ്ങനെ ഒരു ആശയക്കുഴപ്പം നിൽക്കുന്നു. കുടുംബത്തിന്റെ വലിയ പരാതിയും ആവശ്യവും വിഷമവും ഒക്കെ നിൽക്കുന്നു. അവരുടെ പ്രതികരണങ്ങൾ വരുന്നു. ഇങ്ങനെ ഒരു ആശയക്കുഴപ്പം നിൽക്കുന്നതിന് പകരം മടിയിൽ കനമില്ലാത്തവൻ പേടിക്കണ്ട എന്ന് കാണിച്ചുകൊണ്ട് ആര് വേണമെങ്കിലും അന്വേഷിച്ചോട്ടെ. കുടുംബം പറയുന്നത് CBI ആണെങ്കിൽ CBI വരട്ടെ എന്നൊരു വളരെ സേഫ്റ്റി ആയിട്ടുള്ള വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഒരു നിലപാട് എടുത്തുകൂടെ സർക്കാരിന്, പോലീസിന്? അല്ല, അങ്ങനെ എടുക്കാൻ പറ്റത്തില്ല. കാരണം CBI-യുടെ ഇതിനു മുമ്പുള്ള അന്വേഷണങ്ങളുടെയൊക്കെ നിജസ്ഥിതിയും അത് എവിടെ നിൽക്കണമെന്നുള്ളത് കൃത്യമായിട്ട് പറയേണ്ട കാര്യമില്ലോ. അതിനേക്കാൾ മുഴുക്കന്മാരെ കേരള സർക്കാരിന്റെ ഒരു അന്വേഷണ ഏജൻസി ഇല്ലേ, ഇവിടെ പോലീസ് സംവിധാനമുണ്ട്. ആ പോലീസ് അന്വേഷിക്കുന്നതിന് നിങ്ങൾക്ക് എന്താ ബുദ്ധിമുട്ടിരിക്കുന്നത്? എത്രയോ കേസുകൾ കേരള പോലീസ് അഴിയാക്കുരുക്കൾ അഴിച്ചുകൊണ്ട് കണ്ടെത്തിയിരിക്കുന്നു. എത്രയോ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വിദൂര സംസ്ഥാനങ്ങളിൽ നിന്ന് പ്രതികളെ പൊക്കിക്കൊണ്ടുവന്നിരിക്കുന്നു ഈ കേരള സർക്കാർ, കേരളത്തിലെ ഗവൺമെന്റ് പോലീസ്. ആ പോലീസിനെ മറികടന്നുകൊണ്ട് CBI എന്ന് പറയുന്ന ഒരു വിഭാഗത്തിന് വേണ്ടി മാത്രം വർക്ക് ചെയ്യുന്ന ഒരു റോബോട്ട് പോലെ വർക്ക് ചെയ്യുന്ന അന്വേഷണ ഏജൻസിയെ കൊണ്ടുവന്ന് ഈ CPM-നെ പാർട്ടിനെ അവമാനിക്കാനാണെങ്കിൽ അത് സംഭവിക്കുന്ന പ്രശ്നമില്ല ഒരു കാരണവശാലും. അത് അന്വേഷിക്കാനുള്ള കരുത്തുറ്റ ഏജൻസി, ലോകോത്തര അന്വേഷണ ഏജൻസി കേരളത്തിലുണ്ട്. അവരുടെ അന്വേഷണത്തിൽ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ചൂണ്ടിക്കാണിക്കൂ. ശരി, ഞാൻ തിരികെ എത്താം. യെസ്, BJP നേതാവ് N. ഹരിദാസ്, വളരെ കൃത്യമായിട്ടുള്ള അന്വേഷണം ആണ് നടക്കുന്നതെന്ന് പ്രത്യേക അന്വേഷണ സംഘം പറയുന്നു. ക്രിമിനൽ അന്വേഷണത്തിലെ എല്ലാ രീതികളും പിന്തുടർന്നാണ് അന്വേഷണം നടക്കുന്നതെന്നാണ് കോടതിയിൽ തന്നെ പറഞ്ഞിരിക്കുന്നത്. അതായത് ഇൻക്വസ്റ്റിനകത്ത് ഒന്നും കൊല ചെയ്ത ശേഷം കെട്ടിത്തൂക്കിയതാണെന്നുള്ള തെളിവൊന്നുമില്ല. എല്ലായിടത്തു നിന്ന് CCTV ദൃശ്യങ്ങൾ എടുത്തിരിക്കുന്നു, കോൾ ഡേറ്റകൾ എടുത്തിരിക്കുന്നു. ഇതല്ലാതെ ഈ വിവരങ്ങൾ എല്ലാം ഉണ്ട്. ഇതെല്ലാം ഉണ്ടായിട്ടും കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഒരു ശ്രമം നടത്തുക, മറ്റെന്തൊക്കെയോ ഇതിൻ്റെ പിറകിലുണ്ട് എന്ന് ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സർക്കാർ നടപടിയെടുക്കുന്നു, അന്വേഷണത്തിനൊപ്പം നിൽക്കുന്നു. രാഷ്ട്രീയപരമായിട്ടും ഒരു ആരോപണത്തിൽ നിന്ന ഒരു നേതാവിനെതിരെയും നടപടി എടുത്തിരിക്കുന്നു. അപ്പോഴും ഇത് സർക്കാർ എന്തൊക്കെയോ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്ന് വിചാരിക്കുന്നു. രാഷ്ട്രീയ ആരോപണങ്ങൾ ഒരു വശത്ത് വരുന്നു. അതല്ലേ ഉണ്ടാകുന്നത്? എന്തിനാണ് BJP അടക്കം പ്രതിപക്ഷം എന്തിനാണ് ഇപ്പോഴും ഈ അന്വേഷണം അട്ടിമറിക്കപ്പെടുന്നുണ്ടോ, ഇതിലെ ദുരൂഹത തീരുന്നില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടായിരിക്കും? ശ്രീ N. ഹരിദാസ്. അപർണ, റെജി ലൂക്കോസ് ന്യായീകരിച്ചോട്ടെ. ന്യായീകരണ തൊഴിലാളികളാണ്, സ്വാഭാവികം ന്യായീകരിച്ചേ മതിയാവും. പക്ഷെ ഞാൻ കഴിക്കുന്നത് കണ്ണൂരിലെ ഈ ആത്മഹത്യ ചെയ്ത സമയം അത് ആര് കാരണമാണ് ആത്മഹത്യ ചെയ്തിട്ടുള്ളത്? റെജി ലൂക്കോസ് ഞാൻ ഇടപെട്ടില്ല. ഞാൻ റെജി ലൂക്കോസ് പറയുമ്പോൾ നിശബ്ദമായി കേട്ടുന്നതാണ്. ഞാൻ നിശബ്ദമായി കേട്ടുന്നതാണ്. താങ്കൾക്കുള്ള അവസരത്തിൽ താങ്കൾ പറയൂ. താങ്കൾക്കുള്ള അവസരത്തിൽ താങ്കൾ പറയൂ സർ.
നിങ്ങളെ പറയുന്നതൊക്കെ നിശബ്ദമായി കേട്ടല്ലോ. CBI കൂട്ടിലിട്ട തത്തയാണെന്നോ അങ്ങനെയൊക്കെ പറയും. ഞാൻ മിണ്ടിയില്ലല്ലോ. നിങ്ങൾക്ക് എന്തൊക്കെ വർത്തമാനം മറുപടി താങ്കൾക്ക് കൊടുക്കാം ശ്രീ രജി പറഞ്ഞു തീരട്ടെ. അല്ലല്ല താങ്കൾ പറയുമ്പോ ഞാൻ മിണ്ടിയില്ലല്ലോ. നിങ്ങൾക്ക് എന്തിനാ ഇത്ര അസഹിഷ്ണുത? എന്തിനാ നിങ്ങൾ എന്തിനാ ഇത്ര ബേജാറാവുന്നത്? നിങ്ങൾക്ക് എന്തിനാ അസഹിഷ്ണുത? നിങ്ങൾക്ക് ഇത് എന്താണ്? നിങ്ങൾക്ക് ഈ കേസ് തേച്ചു മാച്ച് കളയണോ? നിങ്ങൾക്ക് ഈ കേസിലെ കള്ളക്കളി പുറത്തു വരണ്ടേ? നിങ്ങൾക്ക് ഈ കേസിലെ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണ്ടേ? നിങ്ങൾക്ക് എന്താ ഇത് താല്പര്യക്കുറവ്? നിങ്ങൾക്ക് എന്തിന്റെ താല്പര്യക്കുറവാണ് ഇതൊക്കെ? അപ്പൊ ഇത് പൊതുസമൂഹം കേൾക്കുന്ന ആളുകൾക്ക് മനസ്സിലാവും. ഞാൻ പറഞ്ഞു വന്നത് ആദ്യം മുതൽ തന്നെ. അല്ല, ശ്രീ എൻ ഹരിദാസ് പറയട്ടെ. ശ്രീ എൻ ഹരിദാസ് പറയട്ടെ. റജി ലൂക്കോസ് എന്തിനാ അസഹിഷ്ണുത? നിങ്ങൾ പറയുമ്പോ ഞാൻ മിണ്ടിയില്ലല്ലോ. നിങ്ങൾ പറയും എനിക്ക് ഇടപെടാൻ അറിയായിട്ടാണോ? എന്റെ വായിൽ നാവിലായിട്ടാണോ? ഞാൻ എന്താ നിങ്ങൾ പറയുമ്പോ ഇടപെടാഞ്ഞ്? ഞാൻ നിങ്ങൾ പറയാം നിങ്ങൾക്ക് അത്ര മര്യാദയും കാണിക്കണം. നിങ്ങൾ അത്ര ചാനൽ ചർച്ചയിൽ വരുന്ന ആളുകൾ നിങ്ങൾ സാമാന്യ മര്യാദ കാണിക്കണ്ടേ? ഞാൻ നിങ്ങളുടെ സംസാരിച്ചില്ലല്ലോ. ഞാൻ നിങ്ങൾ സംസാരിക്കും, ഞാൻ ഇടപെടും. ഇനി ഞാനും നിങ്ങൾ സംസാരിക്കുമ്പോൾ ഇടപെടും. ഒരു സംശയം വേണ്ട. നിങ്ങൾ 20 മിനിറ്റ് സംസാരിച്ചിട്ടുണ്ട്. നിങ്ങളും അപർണയും 20 മിനിറ്റ് സംസാരിച്ച് ഞാൻ സമയം നോക്കി. 20 മിനിറ്റ് ഞങ്ങൾ ഇടപെട്ടോ? 20 മിനിറ്റ് ഞാൻ അത് എന്തെങ്കിലും ഒരു ഭാഷ പറഞ്ഞോ? അല്ല, ശ്രീ എൻ ഹരിദാസ് പറയട്ടെ. ശ്രീ രജി നിങ്ങൾക്ക് തടസ്സപ്പെടണം. അല്ല, അവർക്ക് തടസ്സപ്പെടുത്താനായിട്ട് വന്നതാണ്. ഇത് തടസ്സപ്പെടുത്തണം. ഇത് തടസ്സപ്പെടുത്താനായിട്ട് വന്നതാണ്. കാരണം ഇത് പുറത്തു വരുന്നത് ഇതിന്റെ ഒരു സത്യവും. അല്ല, ശ്രീ എൻ ഹരിദാസ് രജി ലൂക്കോസ് ആ പോയിന്റിലേക്ക് എത്തുന്നില്ല. ശ്രീ എൻ ഹരിദാസ് പറയട്ടെ, അതിനുശേഷം താങ്കൾക്ക് ചോദിക്കാമല്ലോ. നിങ്ങൾക്ക് താല്പര്യം ഞങ്ങൾക്കറിയാം, പൊതുസമൂഹത്തിന് അറിയാം. ശ്രീ എൻ ഹരിദാസ് അതിനുള്ള മറുപടിയിലേക്ക് മറുപടിയിലേക്ക് ഞാൻ വരാം. താങ്കൾക്ക് പറയാനുള്ള സമയം തരാം. ശ്രീ എൻ ഹരിദാസ് പറഞ്ഞു തുടങ്ങിയില്ല. അദ്ദേഹം ഇനിയും പറയുമ്പോൾ പാർട്ടിയുടെ താല്പര്യമാണ് ഇവിടെ പ്രകടിപ്പിക്കുന്നത്. ഞാൻ പറയുന്നത് പാർട്ടിയുടെ താല്പര്യമായിരിക്കാം. ഇത് മറ്റുള്ളവരെ തടസ്സപ്പെടുത്തൽ പാർട്ടിയുടെ താല്പര്യമാണ്. കാരണം മറ്റുള്ളവരെ സംസാരിക്കാൻ വിടരുത്. അത് പാർട്ടിയുടെ താല്പര്യം. അതാണ് റജി ലൂക്കോസ് ഇവിടെ ചെയ്യുന്നത്. ഒരു സംശയവും വേണ്ട. നിങ്ങൾ തുടർന്നോളൂ, ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല. നിങ്ങൾ പൊതുസമൂഹം ഇതൊക്കെ വീക്ഷിക്കുന്നുണ്ട്. നിങ്ങൾക്ക് പലതും മറച്ചു വെക്കാനുണ്ട്. ആ മറച്ചു വെക്കാനുള്ളത് കൊണ്ടാണ് നിങ്ങൾ ഇവിടെ വെപ്രാളം കാണിക്കുന്നത്. ഈ വെപ്രാളം അതിന്റെ ഭാഗമായിട്ടാണ്. ഞാൻ പറയട്ടെ, തുടക്കം മുതൽ ഈ നവീൻ ബാബുവിന്റെ മരണം ആത്മഹത്യ ചെയ്ത് തുടക്കം മുതൽ ഞങ്ങൾ ഇത് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പഴയ വീഡിയോ എടുത്ത് പരിശോധിക്ക്. ഇത് ആത്മഹത്യയല്ല, ഇതൊരു കൊലപാതകമാണ്. അതുകൊണ്ട് കൊലപാതകത്തിലേക്ക് നീങ്ങുന്ന ചില സംഭവവികാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവിടെ ഒരു പോലീസ് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ഇത് തുടക്കം മുതൽ തന്നെ ഇതിനെ മറച്ചു പിടിക്കാൻ എങ്ങനെ സാധിക്കും? ആരെയും അങ്ങോട്ട് കയറ്റാതിരുന്നു. ഈ തൂങ്ങി മരിച്ച് കിടക്കുന്ന നിലയിൽ ആരാണ് ഇത് ആദ്യം അകത്ത് കയറിയത്? ഞാൻ ചോദിക്കുന്നത്, ഒരു കേരളത്തിൽ നിന്നല്ല, എവിടെയായാലും ഒരു സാധാരണക്കാരൻ ആത്മഹത്യ ചെയ്താൽ പോലും, അല്ലെ ട്രെയിന് തട്ടി മരിച്ചാൽ പോലും ബന്ധുക്കൾ വന്ന ശേഷം മാത്രമേ ഇൻക്വസ്റ്റ് തുടങ്ങൂ. ബന്ധുക്കളുടെ കൺസെന്റ് വേണം, അവിടെ സൈൻ ചെയ്യണം, എന്നാൽ മാത്രമേ അവർ തുടങ്ങുള്ളൂ. ഇവിടെ ഒരു ജില്ലാ മജിസ്ട്രേറ്റ് മരിച്ചിട്ട് ഒരു നായി ചത്ത പാടില്ല നിങ്ങൾക്ക്. കാരണം എന്താണെന്ന് അറിയാം, ഞാൻ അങ്ങനെ പറയുന്ന ഒരു പന്നിക്കുട്ടി ചത്ത പാടില്ല. സ്വാഭാവികമായിട്ട് എന്താന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഇൻക്വസ്റ്റ് ചെയ്യേണ്ട നിങ്ങളുടെ ബന്ധുക്കൾ വരുന്നവരെ കാത്തു നിൽക്കാൻ തയ്യാറായില്ല. ബന്ധുക്കൾ പറയുന്ന എന്തൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ബന്ധുക്കൾ പറഞ്ഞു പരിയാരം മെഡിക്കൽ കോളേജിൽ നിന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യരുത്. ഇപ്പം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പറഞ്ഞു. നിങ്ങളതനുസരിച്ചോ? ബന്ധുക്കൾ വരുന്നവരെ കാത്തു നിന്നോ? ഞാൻ ചോദിക്കും, എത്രയോ മൃതശരീരങ്ങൾ ദിവസങ്ങളോളം മോർച്ചറി കിടന്നിട്ടുണ്ടല്ലോ. എന്താ ഒരു ഉച്ച വരെ കാത്തു നിന്നൂടെ? ബന്ധുക്കൾ വരുന്നവർ എന്തെന്നാ ബന്ധുക്കളിൽ നിന്ന് മറച്ചു പിടിക്കേണ്ടത്? നിങ്ങൾക്ക് ബന്ധുക്കളിൽ നിന്ന് എന്താ മറച്ചു പിടിക്കേണ്ടത്? എന്താ പൊതുസമൂഹത്തിന് മറച്ചു പിടിക്കേണ്ടത്? പലതും മറച്ചു പിടിക്കാനുണ്ട്. കാരണം നിങ്ങൾ നേരത്തെ പറഞ്ഞില്ലേ CBI കൂട്ടിലിട്ട തട്ടിയാന്ന്. CBI വന്നാൽ കൂട്ടിലകപ്പെടുന്ന നിരവധി നേതാക്കന്മാർ വരും. അവരൊക്കെ കൂട്ടിൽ കയറേണ്ടി വരും. അതുകൊണ്ടാ ഈ ജയിലിറങ്ങിൽ പോകേണ്ടി വരും. അതുകൊണ്ടാണ് നിങ്ങൾ കൂട്ടിലിട്ട തത്ത എന്ന് പറഞ്ഞിട്ട് ഈ ജനങ്ങളെ പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ച് അവരിങ്ങോട്ട് വരാണ്ടാക്കുന്നത്. നിഷ്പക്ഷമായ അന്വേഷണം നടത്താൻ നിങ്ങൾ വിടില്ല. കാരണം കണ്ണൂരിലെ പോലീസ് ആരാണ് അന്വേഷിച്ചത്? SHO അന്വേഷിച്ചു. വലിയ വിഷയമായി. അവിടെ വലിയ പ്രതിഷേധങ്ങളുണ്ടായി. പ്രക്ഷോഭങ്ങളും നടന്നപ്പോഴാണ് ദിവ്യ അതുവരെ ദിവ്യ അതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. വീട്ടിൽ പോയി അന്വേഷണം നടത്തിയില്ല. ദിവ്യ ഉണ്ടോന്ന് പോലും SHO അന്വേഷിച്ചിട്ടില്ല. ദിവ്യ മുന്നിലൂടെ നടന്നു കളിക്കുമ്പോഴും ദിവ്യയുടെ ഒളിസങ്കേതം വ്യക്തമായിട്ട് അറിയാവുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ അവിടെ പോകാൻ തയ്യാറായിട്ടില്ല. ദിവസങ്ങളോളം സമരം നടത്തിയതിന്റെ ഭാഗമായിട്ടാണ് SIT രൂപീകരിച്ചത്. SIT രൂപീകരിച്ചിട്ട് എന്താ ഉണ്ടായത്? ആ SIT ഏത് അന്വേഷണം നടത്തിയ കലക്ടർ ചോദ്യം ചെയ്തോ? ഞാൻ കലക്ടർക്ക് നിർണായ പങ്കില്ല ഇക്കാര്യത്തിൽ. കലക്ടർ ഇത് മാത്രമാണോ? ഞങ്ങൾ മനസ്സിലാക്കുന്നത് കലക്ടർ ആക്ട് ചെയ്തിട്ടുള്ളത് P. ശശി പറഞ്ഞതിന്റെ ഭാഗമായിട്ട് തന്നെയാണ്.
മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ് നിർദ്ദേശങ്ങൾ കിട്ടുന്നത്. ആ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കിട്ടുന്ന നിർദ്ദേശങ്ങൾ കലക്ടറാണ് ഈ പറയുന്ന ADM-നെ വിളിച്ച് കാര്യങ്ങൾ ധരിപ്പിക്കുന്നത്. ജില്ലാ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട നിരവധി വിഷയങ്ങളിൽ കരാറ് കൊടുക്കുന്ന വിഷയങ്ങളിലൊക്കെ ഈ ADM എതിരായിരുന്നു. ആ ADM തട്ടിക്കൂട്ട് കമ്പനികൾ കരാറ് കൊടുക്കുമ്പോൾ അതിനെതിരായിരിക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഫോൺ വരും. ആർക്കാ വരുന്നത്? ജില്ലാ കളക്ടർക്കാണ് വിളിക്കുന്നത്. ആ ജില്ലാ കളക്ടറാണ് പി ശശി അറിയില്ല എന്ന് പറഞ്ഞ്. പി ശശിയാണ് ജില്ലാ കളക്ടർ നിർദ്ദേശം കൊടുക്കുന്നത്. ആ നിർദ്ദേശമാണ് ADM-നോട് നടപ്പിലാക്കാൻ ശ്രമിച്ചത്. ആ നടപ്പിലാക്കാത്തതിന്റെ വൈരാഗ്യമാണ് PP ദിവ്യയും കലക്ടറും ADM-നോട് കാണിച്ചിട്ടുള്ളത്. ദിവ്യ മാത്രമല്ല, ദിവ്യ അന്ന് പറഞ്ഞതിന് ശേഷം ഈ സെൻഡ് ഓഫിന് ശേഷം കലക്ടറുടെ ചേംബറിൽ ADM-നെ വിളിച്ചു വരുത്തിയിട്ടുണ്ട്. ആ വിളിച്ചു വരുത്തിയിട്ട് വളരെ രൂക്ഷമായ മ്ലേച്ഛമായ ഭാഷ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ തന്നെ പറയുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ അന്വേഷിക്കണ്ടേ? ഇവിടെ നിങ്ങൾ കൂച്ചുവലങ്കെട്ടിൽ പോലീസിനെ നിർത്തി കഴിഞ്ഞാൽ ഓരോ മരണവും ഇങ്ങനെ തേച്ചു മാച്ചു കളയാൻ നിങ്ങൾ വിചാരിക്കുന്നത്? നിങ്ങളെന്താ ഈ കണ്ണൂരിലെ മജിസ്ട്രേറ്റാണ്, ജില്ലാ മജിസ്ട്രേറ്റാണ് ADM. ആ മജിസ്ട്രേറ്റ് മരിച്ചിട്ട് അങ്ങനെ ഒരു ദുരൂഹമായ സാഹചര്യത്തിൽ മരണപ്പെട്ടിട്ട് പോലും ഈ രീതിയിലാണ് അന്വേഷണം പോകുന്നത്. എങ്ങനെയാണ് പറയുന്നത്? ഇതിന്റെ എനിക്കൊന്നൊരു പോലീസ് വെർഷൻ എടുക്കാൻ ശ്രീ സുഭാഷ് ബാബുവിലേക്ക് കൂടെ വരണം. ഞാൻ ഒരു 20 മിനിറ്റ് കൊടുത്തു. അല്ല, ആ ചോദ്യം മുഴുവൻ ശ്രീ റെജി ലൂക്കോസിനോടുള്ള ചോദ്യമായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് കൂടുതൽ സമയം. മറ്റുള്ളവർ എല്ലാവരും നമ്മൾ ഈ ചോദിക്കുന്നതെല്ലാം അപ്പൊ ഞാൻ ചോദിക്കുന്ന ചോദ്യവും താങ്കൾ ചോദിക്കുന്ന ചോദ്യവും എല്ലാം ഉത്തരം പറയുന്നത് ശ്രീ റെജി ലൂക്കോസ് ആയതുകൊണ്ടാണ്. ഞാൻ പറയുന്നത് ഇതില് ചോദ്യങ്ങൾക്ക് മുന്നിൽ ഇരിക്കുന്നത് CPM പാനലിസ്റ്റ് ആയതുകൊണ്ടാണ് അദ്ദേഹത്തിന് കൂടുതൽ. കാരണം നമ്മൾ എല്ലാവരും എന്റെ ഭാഗത്തു നിന്നും താങ്കളുടെ ഭാഗത്തു നിന്നും എല്ലാം ചോദ്യങ്ങളാണ് വരുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഉത്തരം പറയാൻ കൂടുതൽ സമയം കൊടുത്തത്. എന്തുകൊണ്ട് മഞ്ജുഷ പറയുന്നു CBI അന്വേഷണം വേണമെന്ന്? എന്തുകൊണ്ട് ആ അന്വേഷണം തടസ്സപ്പെടുത്തുന്നു? എന്തുകൊണ്ട് കേസുകൾ തടസ്സപ്പെടുത്തുന്നു? എന്തുകൊണ്ട് കേസുകൾ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്നത്? മഞ്ജുഷയുടെ ആവശ്യം എന്തുകൊണ്ട് നിറവേറ്റി കൊടുക്കുന്നില്ല? അപ്പം ഈ ബന്ധുക്കളുടെ കൂടെ അല്ല ഉള്ളത്. ഇതിലെ ചില ഉന്നതരായ നേതൃത്വമുണ്ട്. ആ നേതാക്കന്മാരെ സംരക്ഷിക്കേണ്ടത് CPM-ന്റെ കടമയാണ്. അതുകൊണ്ട് CPM വലിയൊരു പ്രശ്നത്തിന്റെ നടുവിലാണുള്ളത്. CPM ആണ് ഈ കൊലപാതകത്തിന് ഉത്തരവാദി. കൊലപാതകമാണ്. കാരണം ഇദ്ദേഹത്തിന് അന്ന് അവിടെ ഇപ്പൊ പറഞ്ഞല്ലോ, അവിടെ ഇറക്കി കൊടുത്തു. മുനീശ്വരൻ കോവിലിന്റെ അടുക്ക ഇറക്കി കൊടുത്തപ്പോ അദ്ദേഹത്തിന് ഫോളോ ചെയ്ത ഒരു വണ്ടി ഉണ്ടല്ലോ, ആ ഒരു 2 വീലർ ഉണ്ടല്ലോ, ആ 2 വീലറെ പറ്റി അന്വേഷണം എന്തുകൊണ്ട് നടത്തുന്നില്ല? അപ്പൊ ഇതിലെ എന്തെല്ലോ ദുരൂഹതകളുണ്ട്. ആ ദുരൂഹതകൾ നീക്കി യഥാർത്ഥ സത്യം പൊതുസമൂഹത്തിന് ബോധ്യപ്പെടണം. ആ ബോധ്യപ്പെടാൻ റെജി ലൂക്കോസെ തടസ്സപ്പെടുത്തിയോണ്ട് കാര്യമില്ല. അന്വേഷണം ഹൈക്കോടതി പ്രഖ്യാപിക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. ഓക്കെ, ശ്രീ റെജി ലൂക്കോസ്, ഒറ്റ ചോദ്യമാണ്. ദയവായി ശ്രീ സുഭാഷ് ബാബുവിനോട് ക്ഷമിക്കണം. ഞാൻ ശ്രീ റെജി ലൂക്കോസ്, ദിവ്യ മാത്രം ബലിയാടാക്കിക്കൊണ്ട് പാർട്ടിയിലെ മറ്റു പലരും രക്ഷപ്പെട്ടോ? ആ ഒരു ആരോപണമല്ലേ ഉന്നയിച്ചിരിക്കുന്നത് BJP-യുടെ ഭാഗത്ത് നിന്ന്? അല്ല, BJP-യുടെ വാക്കുകൾ തന്നെ നിങ്ങൾ ആലോചിക്കുക. എന്തെങ്കിലും അർത്ഥവത്തായ വാക്കുകൾ പറയും. അവര് ലോകത്തിന്റെ മുമ്പിൽ രാജ്യത്തിന്റെ അഭിമാനം ഉയർത്തി താരങ്ങളെ രജി പറയുന്നത് അർത്ഥമുള്ളൂ. കറക്റ്റാണ്. കാരണം ജയരാജൻ നെഞ്ചുവേദന വന്ന CBI വന്നപ്പോഴാ ഇവിടുത്തെ കണ്ണൂരിലെ കൊലപാതകം തേച്ച് മാറ്റി കളിച്ചാൽ നിങ്ങളെ പോലീസിനെ കൊണ്ടാണ്. അപ്പൊ നിങ്ങളെ പോലീസിനെ കൊണ്ടാണ്. അപ്പൊ ആ പോലീസ് നിങ്ങൾ ആ പോലീസിനെ CBI വരും. CBI വരുമ്പോൾ നെഞ്ചുവേദന വരും. ഫസൽ കേസിലെ CBI വന്നല്ലേ? ഫസൽ കേസിൽ CBI വന്നിട്ടില്ലേ? അതൊരു അന്വേഷണം നിങ്ങൾ കാരായി രാജൻ കഷ്ടപ്പെടാനുള്ള എല്ലാ വഴിയും ഉണ്ടാക്കി കൊടുത്ത പോലീസിലെ ആ പോലീസിന്റെ കാരായി രാജൻ പ്രതിയായിട്ടുള്ളത്, വിജയരാജൻ പ്രതിയായിട്ടുള്ളത്. അപ്പൊ ഇതൊക്കെ പറയുമ്പോ ഇത് BJP ഇതൊക്കെ സംസ്ഥാനങ്ങളുടെ വാക്കുകൾ ഉപയോഗിക്കുക. അതേ തൊഴിൽ ചെയ്യുന്നവരായിരിക്കണം ഇതേപോലെ ചാനൽ ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ളവർക്കൊന്നും ഒരു മറുപടി പോലും ഇറങ്ങിക്കുന്നില്ല. ഓക്കെ, റൈറ്റ്. പോലീസ് വെർഷൻ വീഴ്ച പറ്റിയിട്ടുണ്ടോ എന്നുള്ള വിവരം കൂടിയുണ്ട്. ഞാൻ റിട്ടയർഡ് SP ശ്രീ സുഭാഷ് ബാബുവിലേക്ക് വരാം വളരെ പെട്ടെന്ന് ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. കോൺഗ്രസ് നേതാവ് വസന്ത് തെങ്ങുംപള്ളി നമുക്കൊപ്പം ചേരുകയാണ്. വസന്തിലേക്ക് പോകുന്നതിന് മുമ്പ് ശ്രീ സുഭാഷ് ബാബു, ഇതിൽ പൊതുവെ വരുന്നത് അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഉയരുന്ന സംശയങ്ങൾ, രാഷ്ട്രീയമായിട്ടുള്ള വലിയ വാഗ്വാദങ്ങൾക്കിടയിലും അത് ചോദ്യം ചെയ്യപ്പെടുന്നു. കോടതിയെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയങ്ങളെല്ലാം പരിശോധിച്ചുകൊണ്ടുകൂടിയായിരിക്കും ഇനിയുള്ള നടപടികൾ ഉണ്ടാകുക എന്ന് പ്രതീക്ഷിക്കുന്നു. ആന്തരിക അവയവങ്ങളിലും ശരീരത്തിലും ഒന്നും പരിക്കുകളില്ല എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പറയുമ്പോൾ എങ്ങനെ അടിവസ്ത്രത്തിലെ രക്തക്കറ എങ്ങനെയാണ് വന്നത് എന്നുള്ളൊരു ചോദ്യം ബന്ധുക്കളുടെ ഭാഗത്തുണ്ട്. ഇത് ആദ്യത്തെ ചോദ്യമല്ല. ഇൻക്വസ്റ്റ് ഇൻക്വസ്റ്റ് റിപ്പോർട്ട് പോലും ബന്ധുക്കളുടെ സാന്നിധ്യമില്ലാതെ നടത്തി.
പോസ്റ്റ്മോർട്ടം ബന്ധുക്കൾ എവിടെ നടത്തരുതെന്ന് പറഞ്ഞു, അവിടെ നടത്തി എന്നതടക്കമുള്ള വിഷയങ്ങൾ, അതൊക്കെ നടപടിക്രമങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. ഇത്തരം സംശയങ്ങൾ ഉന്നയിക്കപ്പെടുമ്പോൾ അന്വേഷണവും ഏതൊക്കെയോ തെറ്റായ വഴിയിലൂടെയാണ് പോകുന്നത് എന്ന് സ്വാഭാവികമായിട്ട് തോന്നില്ലേ? ശ്രീ സുഭാഷ് ബാബു, കേൾക്കാമോ താങ്കൾക്ക്? അതായത് ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ നടപടിക്രമങ്ങള് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഒരു വീഴ്ച സംഭവിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇത് അന്വേഷണം, ഒരു മരണം ഉണ്ടായത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനാണ്. അത് പ്രത്യേകിച്ച് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ആത്മഹത്യ ചെയ്യാൻ ഒരു സാഹചര്യം ഇല്ല എന്ന് പോലീസിന് ആദ്യം തന്നെ അറിയാമല്ലോ. ആ സാഹചര്യത്തിൽ ഈ കേസ് അതീവ സുതാര്യമായിട്ടും അതുപോലെ തന്നെ നടപടിക്രമങ്ങൾ കൃത്യമായി പാലിച്ചു അന്വേഷിക്കാനുള്ള ഒരു പ്രാഥമികമായ ഉത്തരവാദിത്വം അവർക്കുണ്ട്. അത് അവർ നിറവേറ്റിയിട്ടില്ല എന്നുള്ളതാണ് ഈ കേസിലെ ഏറ്റവും വലിയ നിഗൂഢത. കാരണം ഈ കേസിൽ എന്താന്ന് പറഞ്ഞാല് നമ്മുടെ പുതിയ BNSS പ്രത്യേകം പറയുന്നുണ്ട്, 175 എന്ന് പറയുന്ന വകുപ്പിൽ പറയുന്നുണ്ട്, സാധാരണഗതിയിലുള്ള അതിന്റെ സ്വഭാവവും അതിന്റെ ഗൗരവവും കണക്കാക്കിയിട്ട് ഒരു കേസില് അങ്ങനെ ഗൗരവത്തോട് കൂടിയിട്ടുള്ള കേസാണ്. അതിന്റെ സാധാരണ സ്വഭാവം അനുസരിച്ച് നോക്കുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും ഏറ്റവും ചുരുങ്ങിയത് DYSP കൊണ്ട് ആദ്യം മുതൽ അന്വേഷിപ്പിക്കണമെന്ന് ഈ BNSS വളരെ വ്യക്തമായി എഴുതപ്പെട്ടിട്ടുണ്ട്. അപ്പൊ എന്തുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു ADM എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ എവിടെ ഇതേമാതിരി ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അങ്ങനെ സംഭവം ഉണ്ടാകാതിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ പുതുതായിട്ടൊരു സംഭവം ഉണ്ടാകുന്നു. അത് തന്നെ അവിടെ നിന്ന് അദ്ദേഹം മാറ്റം വഹിച്ച് അദ്ദേഹത്തിന്റെ സ്വന്തം ജില്ലയിലേക്ക് പോയി ഉദ്യോഗം വഹിക്കാൻ പോകുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആത്മഹത്യ ചെയ്യാൻ ഒരു സാഹചര്യമില്ല എന്ന് പറയുമ്പോൾ എന്ത് പറഞ്ഞു, അത് സാധാരണഗതിയിലുള്ളതായാൽ പോലും എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് അതിന്റെ ഗൗരവം വളരെ കൂടുതലാണ്. അതുകൊണ്ട് ആദ്യം തന്നെ അതൊരു DYSP തന്നെ അന്വേഷിക്കുകയോ അതുപോലെ തന്നെ SP നേരിട്ട് അങ്ങനെ അദ്ദേഹത്തെ നിയോഗിക്കുകയും വേണമായിരുന്നു എന്നുള്ളതാണ് നിയമം. ആ ബാധ്യത തെറ്റിപ്പോയി. അവിടാണ് ആദ്യത്തെ തെറ്റ്. രണ്ടാമത്തെ എന്താന്ന് പറഞ്ഞാൽ ബന്ധുക്കളുടെ സാന്നിധ്യം ലഭിക്കാൻ സാധിക്കുമെങ്കിൽ അല്പ കാലതാമസം വന്നു കഴിഞ്ഞാലും അവര് വന്നതിന് ശേഷം അവരുടെ സാന്നിധ്യത്തിൽ വേണം ഇൻക്വസ്റ്റ് നടത്താൻ എന്ന് നിർബന്ധമായി പറയുന്നുണ്ട്. അത് നമ്മുടെ പോലീസ് മാനുവലിലും പറയുന്നുണ്ട്, അതേമാതിരി തന്നെ നടപടിക്രമങ്ങളിലും പറയുന്നുണ്ട്, മനുഷ്യാവകാശ കമ്മീഷനിലും നിർദ്ദേശങ്ങളിലും ഒക്കെ പറയുന്നുണ്ട്. അതിന് വ്യക്തമായ നിർദ്ദേശങ്ങളുണ്ട്. അത് പാലിക്കാതെ പെട്ടെന്ന് അവരാവശ്യപ്പെട്ടിട്ട് പോലും അവര് വരുന്നത് കാത്തു നിൽക്കാതെ ഇൻക്വസ്റ്റ് നടത്തി എന്ന് പറഞ്ഞത് പോലീസിന്റെ ഭാഗത്ത് നിന്ന്. സാർ, അതിലൊന്ന് ഇടപെട്ട് ചോദിച്ചോട്ടെ. പോലീസ് ഹൈക്കോടതിയിൽ പറഞ്ഞിരിക്കുന്നത്, പോലീസ് മാനുവലിന്റെ കാര്യമാണ് സാർ പറഞ്ഞത്, പോലീസ് ഹൈക്കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് ഇൻക്വസ്റ്റ് സമയത്ത് അടുത്ത ബന്ധുക്കളുടെ സാന്നിധ്യം വേണമെന്ന് നിർബന്ധമില്ല എന്നാണ്. 5 മണിക്കൂറിനുള്ളിൽ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കണമെന്ന് സർക്കാർ നിർദ്ദേശമുണ്ട് എന്ന് പോലീസ് പറയുന്നു. പത്തനംതിട്ടയിൽ നിന്ന് കണ്ണൂരിലെത്താൻ 12 മണിക്കൂർ സഞ്ചരിക്കണം. ആ അടിസ്ഥാനത്തിലാണ് ഇൻക്വസ്റ്റ് നടത്തിയത്, അത്രയും നേരത്തെ നടത്തിയത് എന്നാണ് കോടതിയിൽ പറഞ്ഞിരിക്കുന്നത്. അത് പോലീസ് മാനുവൽ പറഞ്ഞിരിക്കുന്നതും ഈ നിർദ്ദേശവും അത് ക്ലാഷ് ആവുന്ന കാര്യങ്ങളാണോ? അത് തീർച്ചയായിട്ടും അത് അടിസ്ഥാനപരമായിട്ട് ശരിയല്ല എന്നുള്ളത് തീർത്ത് പറയാൻ പറ്റും. കാരണം ഇങ്ങനെ അവര് അധികം താമസമില്ലാതെ എന്ന് പറഞ്ഞാൽ അവർക്ക് ഇപ്പൊ അവിടെ നിന്ന് തിരിച്ചു കഴിഞ്ഞാൽ എങ്ങനെ വന്നു കഴിഞ്ഞാലും ശരി ഒരു 8 മണിക്കൂർ കൊണ്ട് ഇവിടെ എത്താം. അത് വൈകുന്നേരം 4 മണിക്ക് മുമ്പിൽ ഇവിടെ എത്താൻ സാധിക്കും. കാരണം അവരെവിടെ നിർത്താനൊന്നും പോകുന്നില്ല. വളരെ സ്പീഡിൽ തന്നെ ഇങ്ങോട്ട് വരാനുള്ള, പ്രത്യേകിച്ച് അവരെ ഇങ്ങോട്ട് കൊണ്ടുവരണമെങ്കിൽ പോലീസിന് തന്നെ വേണ്ട ഏർപ്പാടുകൾ ചെയ്തു കൊടുക്കാറുണ്ടല്ലോ. അവർക്ക് വേണമെങ്കിൽ ഇപ്പൊ ഒരു പോലീസ് വാഹനം കൊടുക്കായിരുന്നു, അല്ലെങ്കിൽ മറ്റേതെങ്കിലും അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഒരു വാഹനം കൊടുക്കാമായിരുന്നു. അതൊക്കെ ചെയ്ത് കഴിഞ്ഞ് അതൊക്കെ ഒരു എന്ത് പറഞ്ഞാൽ ഒരു ആർഗ്യുമെന്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു എസ്കേപ്പിസം എന്ന് നമ്മൾ പറയണം, അതിനു വേണ്ടി പറയുന്നതാണ്. അത് അടിസ്ഥാനപരമായി തെറ്റാണ്. പ്രത്യേക ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ നമ്മളുടെ വ്യക്തമായ നിർദ്ദേശങ്ങൾ ഇത് ആൾ ഇന്ത്യ തലത്തിൽ നിന്ന് കൊടുത്തിട്ടുണ്ട്. അതാണ് പോലീസ് ഇതുവരെ കൈക്കൊണ്ട കീഴ്വഴക്കം. അതാണ് അതിൽ നിന്ന് വിപരീതമായിട്ടാണ് പോലീസ് ചെയ്തത്. അതെന്തായാലും കോടതി അംഗീകരിക്കുമെന്ന് തെറ്റിദ്ധരിക്കേണ്ട. അങ്ങനെ ഏതായാലും 5 മണിക്കൂറിനുള്ളിൽ ചെയ്യണമെന്ന് അതിനകത്ത് പറയുന്നില്ല. ആസ് ഏർലി ആസ് പോസിബിൾ എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യണം എന്നാണ് പറയുന്നത്. ഒന്ന്. രണ്ടാമത്തെ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോസ്റ്റ്മോർട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ ജില്ലയില് ചേരുന്നവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്, നിർബന്ധമായിട്ടും വേറൊരു മെഡിക്കൽ കോളേജിലേക്ക് ഇത് അയക്കേണ്ടത് ആവശ്യമാണ്. അത് അയച്ചില്ല എന്ന് പറയുന്നതാണ് അതിനേക്കാൾ സംശയകരമായ സാഹചര്യം. അതിനോടൊപ്പം തന്നെ ഗൗരവകരമായ, അതായത് രാഷ്ട്രീയത്തിൽ വളരെ സ്വാധീനമുള്ള വ്യക്തികളെ ഇതിനകത്ത് ബന്ധപ്പെട്ടിരിക്കുന്നു. അത് തന്നെ ഇത്രയും പ്രകടമായിട്ട് ഒരു വ്യക്തിയെ അധിക്ഷേപിച്ചു. അദ്ദേഹത്തെ സംബന്ധിച്ചോളം മരണത്തെക്കാൾ വലിയതല്ല, തന്റെ മരണത്തെക്കാൾ വലുതാണ് തന്റെ അഭിമാനം എന്ന് അദ്ദേഹം ചിന്തിച്ചിട്ടുണ്ട്. ആ ചിന്തിച്ച സാഹചര്യത്തിലാണ് അദ്ദേഹം ഇനി സ്വയം ആത്മഹത്യ ചെയ്താൽ പോലും ചെയ്യുന്നത്. എന്തായാലും ഇത് ഗൗരവമുള്ള ഒരു കേസാണെന്ന് അപ്പൊ തന്നെ മനസ്സിലാക്കേണ്ടതായിരുന്നു. അത് ചെയ്തില്ല. പിന്നെ ഇൻക്വസ്റ്റിനെ സംബന്ധിച്ച് പറയുന്ന ബാക്കി ഞാൻ കാര്യങ്ങൾ പറയുന്നില്ല. പിന്നെ ഈ നവീൻ ബാബു മരിച്ചു കണ്ടു എന്ന് പറയുന്ന സ്ഥലത്ത് വാതിലുകൾ തുറന്നിട്ട് എന്തായാലും ശരി ഇത്ര ആരും ആത്മഹത്യ ചെയ്ത് നമ്മൾ സാധാരണഗതി കേൾക്കാറില്ല.
കാലൊന്നിച്ച് ആരെങ്കിലും ചെയ്തു എല്ലാ വാതിലിലും ജനലിൽ തുറന്നിട്ടതിന് ശേഷം ഒരു മനുഷ്യൻ കെട്ടിത്തൂങ്ങി മരിക്കും എന്ന് പറഞ്ഞാല് നമുക്ക് തീർച്ചയായിട്ടും വിശ്വസിക്കാൻ പറ്റില്ല. കാരണം 100 തൂങ്ങി മരണം ഉണ്ടാകുമ്പോൾ അതിനകത്തില് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ 100 ഏതെങ്കിലും രീതിയിലുള്ള ഒരു രഹസ്യാത്മക രീതിയിൽ ഒരു ഒളിവും മറവിന്റെ സാഹചര്യത്തിൽ മാത്രമേ ചെയ്യുള്ളൂ. അല്ലെങ്കിൽ ഈ പുറമേന്ന് ചെയ്യുകയാണെങ്കിൽ, മരത്തിൽ ചെയ്യുകയാണെങ്കിൽ, രാത്രി ചെയ്യുകയാണ്, അല്ല തോട്ടത്തിൽ പോയി ചെയ്യുകയാണെങ്കിൽ ആരും കാണാത്ത സാഹചര്യത്തിലെ ആളുകൾ ചെയ്യുള്ളൂ. അല്ലാതെ കെട്ടിത്തൂങ്ങിച്ചാകുമ്പോൾ എല്ലാരും കണ്ടോട്ടെ എന്ന് വിചാരിച്ച് ആരെങ്കിലും ചെയ്യുമോ? ഇല്ലല്ലോ. അദ്ദേഹം മരിക്കുമെന്ന് ഉറപ്പൊന്നുമില്ല അദ്ദേഹത്തിന് മുമ്പ്. അതോടൊപ്പം ആ മുനീശ്വരൻ ഈ പറഞ്ഞതിന്റെ പ്രധാനമായിട്ട് ആ മുനീശ്വരൻ കോവിൽ ഇറങ്ങിയതിനു ശേഷം എന്ത് സംഭവിച്ചു എന്നത് സംബന്ധിച്ച് പോലീസ് പറയുന്നതേ ഇല്ല. ഒരു അന്വേഷണ സംഘത്തിനും അത് എന്താണ് ഉണ്ടായതെന്ന് അന്വേഷിക്കാനുള്ള നീക്കവും ഇല്ല. തീർച്ചയായിട്ടും. പിന്നെ ഇനിയും ആ ഇൻക്വസ്റ്റില് പിന്നെ രക്തത്തിന്റെ പാടുകൾ അദ്ദേഹത്തിന്റെ വസ്ത്രത്തിൽ കണ്ടു എന്ന് പറയുന്നത്. വസ്ത്രത്തിൽ കണ്ടു കഴിഞ്ഞാൽ ഒരു മുറിവുണ്ടായാലും അല്ലെങ്കിൽ നേരത്തെ ഏതെങ്കിലും ചുണങ്ങോ ഏതെങ്കിലും തൊലിപ്പുറം പൊട്ടിയിട്ടുണ്ടെങ്കിൽ അതിനകത്ത് കൂടെ തൂങ്ങിക്കിടക്കുന്ന ഒരു ഡെഡ് ബോഡിയിലാണെങ്കിൽ താഴത്തേക്ക് ബ്ലഡോ അതേമാതിരിയുള്ള ഏതെങ്കിലും സ്രവങ്ങൾ വരും. പക്ഷെ അത് വരികയാണെങ്കിൽ അങ്ങനെ വന്നു എന്ന് നിർബന്ധമായിട്ടും അത് തെളിവിലുണ്ട് അല്ലെങ്കിൽ വസ്ത്രത്തിലുണ്ടെങ്കിൽ അതിന്റെ ഭാഗം പരിശോധിച്ച് നോക്കുക എന്നുള്ളത് പോസ്റ്റ്മോർട്ടത്തിലെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഇനി പോസ്റ്റ്മോർട്ടത്തിന് ഈ ബോഡി അയക്കുന്നതോടൊപ്പം തന്നെ ഈ ഇൻക്വസ്റ്റ് ഫോമിനകത്ത് 10-27 പിന്നെ പാരഗ്രാഫ് ഉണ്ട്. അതിൽ 7-8 എന്ന് പറയുന്ന 2 പാരഗ്രാഫിൽ എഴുതുന്നത്. കാരണം ആ ബോഡിയിൽ കാണുന്ന പരിക്കുകൾ അതിന്റെ അവസ്ഥയെ സംബന്ധിച്ചുള്ള വിവരങ്ങളാണ്. 7-ാം കോളത്തില് 8-ാം കോളത്തില് ഏത് സാഹചര്യത്തിലാണെന്ന് മരണം എന്ന് പറയാം. അതൊരു സീനിന്റെ ഡിസ്ട്രക്ഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങള് ഈ ബോഡി പോസ്റ്റ്മോർട്ടത്തിന് അയക്കുമ്പോൾ അതിനോടൊപ്പം തന്നെ അയച്ചിരിക്കണം എന്ന് നിർബന്ധമാണ്. അങ്ങനെ അത് അയച്ചിട്ടുണ്ടെങ്കിൽ ഡോക്ടർ തീർച്ചയായിട്ടും ആ ഇൻക്വസ്റ്റിനകത്ത് ഈ 7-ാം കോളോ 8-ാം കോളോ രേഖപ്പെടുത്തിയതനുസരിച്ചിട്ട് നോക്കിയിട്ട് ആ ഭാഗങ്ങള് അതിനകത്ത് കണ്ട പരിക്കിന്റെ ഭാഗങ്ങൾ കൃത്യമായിട്ട് പരിശോധിക്കുകയും പിന്നെ അദ്ദേഹത്തിൻ്റെതായ വൈദഗ്ധ്യം കൊണ്ട് കണ്ടുപിടിക്കാനുള്ള കാര്യങ്ങളും അതിനകത്ത് കണ്ടുപിടിച്ചിരിക്കണം. ഇവിടെ അങ്ങനെ രക്തക്കറ അവിടെ കണ്ടിരുന്നു എന്ന് പറയുന്നതിന് ഉപോത്ബലകമായ രീതിയിൽ അത് എവിടെ നിന്ന് വന്നു, എങ്ങനെ വന്നു എന്ന് തെളിയിക്കാൻ ഉതകുന്ന രീതിയിലുള്ള പരിശോധന പോസ്റ്റ്മോർട്ടം നടത്തിയിട്ടില്ല എന്ന് പറയുമ്പോഴാണ് സംശയം വീണ്ടും വരുന്നത്. അപ്പൊ ഇങ്ങനെ സംശയങ്ങൾ അടിക്കടിക്ക് ഇങ്ങനെ വരുന്നു. അതുപോലെ തന്നെ ഇത് സംബന്ധിച്ച് ഈ പെട്രോൾ പമ്പിന്റെ അനുമതി അദ്ദേഹം സ്വന്തമായിട്ട് താമസിപ്പിച്ചതല്ല, മറ്റ് ഏജൻസികളിൽ നിന്ന് റിപ്പോർട്ട് കിട്ടാനുള്ള താമസമാണ് വന്നതെന്ന് ഇവർക്ക് തിരിച്ചറിയാത്തതുകൊണ്ടല്ല. അപ്പൊ ബോധപൂർവം അദ്ദേഹത്തിനെ ഉപദ്രവിക്കണമെന്ന് മറ്റു രീതിയിലുള്ളതിന്റെ അടിസ്ഥാനത്തിൽ ചെയ്യപ്പെട്ട തീർച്ചയായിട്ടും വളരെ നന്ദി ശ്രീ സുഭാഷ് ബാബു. അദ്ദേഹം ചില വളരെ പ്രധാനപ്പെട്ട ചില സംശയങ്ങൾ, അതൊരു അന്വേഷണവുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾ, അതിൽ ആ സംശയങ്ങളെല്ലാം സ്വാഭാവികമാണ് എന്നും കൂടിയാണ് റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ, റിട്ടയർഡ് SP കൂടിയായ ശ്രീ സുഭാഷ് ബാബു വ്യക്തമാക്കിയത്. ആ തരത്തിലുള്ള സംശയമില്ല. ഇനി രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു ചോദ്യങ്ങളിലേക്ക് കടക്കുമ്പോൾ ശ്രീ വസന്ത് തെങ്ങുംപള്ളി, ദിവ്യയെ പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ട് ദിവ്യയെ പാർട്ടി സംരക്ഷിക്കുന്നു, ആ തരത്തിലുള്ള ഒരു ആരോപണത്തിലേക്കാണ് പ്രതിപക്ഷവും കോൺഗ്രസും ഒക്കെ ആ സമയത്ത് കടന്നത്. ഉപതെരഞ്ഞെടുപ്പിന്റെ സമയമായിരുന്നു. സ്വാഭാവികമായിട്ടും ആ തരത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചു പോയപ്പോൾ അതിനേക്കാളും വലിയ ചില തലങ്ങളൊക്കെ ഇതിനകത്തുണ്ട്, അല്ലെങ്കിൽ വലിയ ചില തിമിംഗലങ്ങളൊക്കെ പിന്നെയും ബാക്കിയുണ്ട് എന്നൊരു പക്ഷേ അങ്ങനെ ഫോക്കസ് ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനെ ആരോപിക്കാനോ ഒന്നും പ്രതിപക്ഷമോ കോൺഗ്രസോ നിന്നില്ല. നിങ്ങളും ആ തരത്തിലുള്ള വെർഷനൊന്നും പറഞ്ഞില്ല. സ്വാഭാവികമായിട്ടും കേസ് ഈ തരത്തിൽ അട്ടിമറിക്കപ്പെടും വരുമ്പോൾ ഒരുപക്ഷെ ഇതിൻ്റെ ഒരു വലിയ തലം ആ സമയത്ത് ശ്രദ്ധിക്കപ്പെടാതെ വിട്ടതുകൊണ്ട് കൂടിയാണ് അങ്ങനെ കൂടി വിലയിരുത്തേണ്ടത് പ്രതിപക്ഷത്തിന്. അപർണ, നോക്കൂ, ഞങ്ങൾ ആ സമയത്തെ പറഞ്ഞിരുന്നു ഇതിനെ കേവലം ആത്മഹത്യയായി കാണാൻ ഞങ്ങൾക്ക് സാധിക്കില്ലായിരുന്നു. കാരണം ഇത് കണ്ണൂർ ബേസ് ചെയ്ത് CPM നടത്തിയ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡർ ആണ്, ഒരു സംശയവും വേണ്ട. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ റെയിൽവേ ട്രാക്കിൽ നിന്ന് കിട്ടുന്ന അനാഥ പ്രേതങ്ങളുടെ ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടവുമായി ബന്ധപ്പെട്ട് അനുവർത്തിച്ചു വരുന്ന നടപടിക്രമം പോലും ഒരു ജില്ലയുടെ അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ആയിരുന്ന ഒരാൾ, ADM എന്ന് നമ്മൾ വെറുതെ പറഞ്ഞു പോയ പോരാ, അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ആയിരുന്ന ഒരാൾ, ഒരു ജുഡീഷ്യൽ പോസ്റ്റിൽ ഇരിക്കുന്ന ഒരാൾ, ആ ജില്ലയെ സംബന്ധിച്ച് കളക്ടർ കഴിഞ്ഞാൽ രണ്ടാമൻ പ്രധാനി, ആ പ്രധാനിയുടെ കാര്യത്തിൽ ഉണ്ടായില്ല. ഒരു സ്റ്റേഷൻ SHOയുടെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തിയെന്ന് വരുത്തി തീർത്തു. പിന്നീട് കുടുംബം തന്നെ കണ്ണൂർ മെഡിക്കൽ കോളേജിൽ ഇത് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പാടില്ല എന്ന് ആവശ്യപ്പെട്ടപ്പോഴും സർക്കാർ നിർബന്ധം പിടിച്ച് സർക്കാരിന്റെ പിടിവാശിക്ക് കണ്ണൂർ മെഡിക്കൽ കോളേജിൽ എന്തു ചെയ്തു? പോസ്റ്റ്മോർട്ടം നടത്തി. കുടുംബം ആ സമയത്ത് തന്നെ വളരെ കൃത്യമായി ഇതിൻ്റെ അകത്ത് ആരോപണം ഉന്നയിച്ച് മുമ്പോട്ട് വന്നപ്പോഴും ഈ ഇന്റേണൽ ഓർഗൻസ് പ്രിസർവ് ചെയ്യണമായിരുന്നു. കാര്യം പോസ്റ്റ്മോർട്ടവുമായി ബന്ധപ്പെട്ട് കുടുംബത്തിന്റെ ബന്ധുക്കൾക്ക്, റിലേറ്റീവ്സിന് ഒരു ആരോപണം നിലനിൽക്കുന്ന സമയത്ത് ഇന്റേണൽ ഓർഗൻസ് പ്രിസർവ് ചെയ്ത് പിന്നീട് ഒരു പോസ്റ്റ്മോർട്ടം നടത്താനുള്ള സാധ്യത അവര് തകർത്ത് ചെയ്യേണ്ടതായിരുന്നു. പക്ഷെ അത് തകർത്ത് കളഞ്ഞു.
എന്തുകൊണ്ടാണ്? കണ്ണൂർ മെഡിക്കൽ കോളേജിനെ പറ്റി നമുക്ക് കൃത്യമായിട്ട് അറിയാമല്ലോ. അവിടെ SFI തൊട്ട് DYFI തൊട്ട് CPM തൊട്ട് സർവീസ് സംഘടനകൾ വരെയുള്ള എല്ലാവരും ഉണ്ട്. SFIയുടെ ചില ക്യാമ്പസുകളിലെ ഇടിമുറികൾ പോലെയാണ് കണ്ണൂർ മെഡിക്കൽ കോളേജ്. അവിടെ ഈ പറയുന്ന CPM-ന്റെ ചരട് വലിക്കനുസരിച്ച് കാര്യങ്ങൾ നടക്കൂ എന്ന് പഴയ CPM-കാരി കൂടിയായ ADM-ന്റെ പഴയ ഇപ്പോഴത്തെ CPM-ന്റെ സർവീസ് സംഘടനയിലെ അംഗം കൂടിയായ ADM-ന്റെ ഭാര്യ അതേ ദിവസം തന്നെ പറഞ്ഞല്ലോ. പക്ഷെ സർക്കാരിന് ഒരു പിടിവാശി ഈ കേസിൽ ഉണ്ടായിരുന്നു. നോക്കൂ അപർണ, പോസ്റ്റ്മോർട്ടവുമായി ബന്ധപ്പെട്ട് പോലീസ് മാനുവൽ മാത്രമല്ല ഇന്ത്യൻ പീനൽ കോഡും ഇപ്പൊ വന്നിരിക്കുന്ന BNSM കൃത്യമായി ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, കോസ് ഓഫ് ഡെത്ത് അത് രേഖപ്പെടുത്തണം. എന്താണ് ഈ കേസിൽ കേസ് ഓഫ് ഡെത്ത് പറയുന്നത്? ഡെത്ത് ഡ്യൂ ടു ഹാങ്ങിങ്. വേറെ എവിടെയെങ്കിലും ഇവർ ആത്മഹത്യ എഴുതി വെച്ചില്ല, ദൈവാനുഗ്രഹം. പിന്നെ ടൈം ഓഫ് ഡെത്ത് അത് രേഖപ്പെടുത്തിയിട്ടില്ല. ഒരു അപ്രോക്സിമേറ്റ് ടൈം ഈ ബോഡി നമ്മുടെ കയ്യിൽ കിട്ടുന്നതുമായി ബന്ധപ്പെട്ട് ആ സമയം തൊട്ട് ഒരു അപ്രോക്സിമേറ്റ് ടൈം ഓഫ് ഡെത്ത് എന്ന് പറഞ്ഞത് രേഖപ്പെടുത്തണമെന്ന് കൃത്യമായി IPC പറയുന്നുണ്ട്. അത് രേഖപ്പെടുത്തിയിട്ടില്ല. ഇനി ഇതെല്ലാം പോകട്ടെ, ഇൻക്വസ്റ്റ് റിപ്പോർട്ട് ഉണ്ടോ? അതിന്റെ ഒരു എക്സ്ട്രാക്ട് ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. ആ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിന്റെ എക്സ്ട്രാക്ട് കയ്യിൽ കിട്ടിയ ശേഷം മാത്രമേ ഞങ്ങൾക്ക് പോസ്റ്റ്മോർട്ടം നടപടികൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റൂ എന്ന് പോലീസ് ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെടണം ചീഫ് പോസ്റ്റ്മോർട്ടം നടത്തുന്ന ആൾ. പക്ഷെ അദ്ദേഹം അത് ആവശ്യപ്പെട്ടിട്ടില്ല എന്ന് മാത്രമല്ല, ഇൻക്വസ്റ്റ് റിപ്പോർട്ടിന്റെ എക്സ്ട്രാക്ട് കണ്ടതായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറഞ്ഞിട്ടേ ഇല്ല. രണ്ടാമത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മറ്റൊരു കാര്യം പറയുന്നുണ്ട്, ഇന്റേണൽ ഇഞ്ചുറി ഇല്ല, എക്സ്റ്റേണൽ ഇഞ്ചുറി ഇല്ല. അപർണ നോക്കൂ, ഈ പറയുന്ന പോലീസിന്റെ ഇൻക്വസ്റ്റ് റിപ്പോർട്ട്, അതായത് പോസ്റ്റ്മോർട്ടം ടേബിളിലേക്ക് നവീൻ ബാബുവിന്റെ ശരീരം എത്തുന്നതിന് തൊട്ടു മുമ്പ് നടന്ന പോലീസിന്റെ ഇൻക്വസ്റ്റ് റിപ്പോർട്ട് പറയാണ് അദ്ദേഹത്തിന്റെ അടിവസ്ത്രങ്ങൾ മുഴുവൻ രക്തത്തിൽ കുതിർന്നിരുന്നു എന്ന്. രക്തത്തിൽ കുതിർന്നിരുന്നു എന്ന് പറയുമ്പോൾ കൊതുക് കടിച്ചിട്ട് ഏതായാലും രക്തം കുതിരുന്ന രീതിയിൽ, അടിവസ്ത്രം മുഴുവൻ കുതിരുന്ന രീതിയിൽ രക്തം പ്രവഹിക്കത്തില്ലല്ലോ. അതിനൊരു മുറിവുണ്ടാവണം. പക്ഷെ ആ മുറിവ് കണ്ടെത്താൻ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സാധിച്ചില്ല. ആ ഒറ്റ കാരണം മതി. ഇത് CPM ഓഫീസിൽ നിന്ന്, കണ്ണൂരിലെ CPM-ന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്ന് എഴുതി കൊടുത്തതാണ് പോസ്റ്റ്മോർട്ടം എന്ന് പറഞ്ഞ്. കണ്ണൂരിലെ ഈ പറഞ്ഞ മെഡിക്കൽ കോളേജിലെ CPM-ന്റെ അച്ചാരം വാങ്ങിയവർ ആരാച്ചാരായി അവതരിച്ച് നടത്തി കൊടുത്തത് എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ എന്താ? വസന്ത്, അപ്പോഴും ഞാൻ ചോദിക്കട്ടെ, ഈ സംഭവം ഉണ്ടായതിനു ശേഷം BJP ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും ഇതിനകത്ത് നിങ്ങൾ തന്നെ ഇതിനകത്തൊരു ഫോക്കസിലേക്ക് കൊണ്ടുവന്നു. അത് ആര് പ്രചരിപ്പിച്ചു തുടങ്ങിയാലും ആത്മഹത്യാ പ്രേരണ കുറ്റത്തിൽ ദിവ്യ മാപ്പ് പറയണം, രാജിവെക്കണം, ഇതൊക്കെയായിരുന്നല്ലോ തുടക്കത്തിൽ പ്രതിഷേധം. അതായത് എന്താണ് സംഭവിച്ചിരിക്കുന്നത്? അത് ആത്മഹത്യാ പ്രേരണയാണ് എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് സർക്കാരിന് പറയാം അതനുസരിച്ചുള്ള അന്വേഷണം സംഘങ്ങൾ നടക്കുന്നു, പാർട്ടിയിൽ നിന്ന് അവരെ തരം താഴ്ത്തുന്നു ഒക്കെ. അതിന് മറ്റൊരു തലം ഉണ്ടാകണം എന്നൊക്കെ ആവശ്യപ്പെടുന്നത് എത്രയോ കഴിഞ്ഞ ശേഷമാണ്. അപ്പോഴേക്കും അന്വേഷണം ഏതെല്ലാം ഘട്ടത്തിലേക്ക് പോയി. അങ്ങനെ ഒരു വീഴ്ച രാഷ്ട്രീയപരമായിട്ട് പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് പറ്റിയിട്ടില്ലേ? ഇപ്പോൾ അതിലും വലിയ ചില സംഭവങ്ങൾ ഇതിനകത്തുണ്ട് എന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ കാര്യം എന്താണെന്നറിയാമോ? നമ്മൾ ഇത് കണ്ണൂർ മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോകുന്ന സമയത്ത് തന്നെ അത് ശരിയല്ല. ഒറ്റ സെക്കൻഡ് ശ്രീ N. ഹരിദാസ്, BJP ആദ്യം അതല്ലേ പറഞ്ഞത് മറ്റെന്തെങ്കിലും തലമുണ്ട് എന്ന് തുടക്കത്തിൽ നിങ്ങൾ പറഞ്ഞിരുന്നു? ആത്മഹത്യാ പ്രേരണ കുറ്റം കോൺഗ്രസും BJP-യും ഒരുമിച്ചായിരുന്നില്ലേ ഈ പ്രതിഷേധമൊക്കെ ആ സമയത്ത് നടത്തിയത്? 100% അല്ല അപർണ, അത് തെറ്റിദ്ധാരണയാണ്. 100% പറഞ്ഞിരുന്നു. ഞങ്ങളിത് ആംബുലൻസ് അവിടുന്ന് ഈ പോസ്റ്റ്മോർട്ടം ഇദ്ദേഹം സൂയിസൈഡ് ചെയ്ത ക്വാർട്ടേഴ്സിൽ നിന്ന് ഞാൻ അടക്കമുണ്ട്. ഞങ്ങളെ അടക്കം അങ്ങോട്ട് കയറാൻ വിട്ടിട്ടില്ല പോലീസ്. കയറാൻ വിടാത്ത ഉടനെ ഇത് കഴിഞ്ഞ് ഇൻക്വസ്റ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ ബോഡി പുറത്തേക്ക് വരുമ്പോൾ അവിടെ കയറുന്നത്. അവിടെ കയറുമ്പോൾ തന്നെ ഇത് പരിഹാരത്തെ കൊണ്ടുപോകുന്നെന്ന് അറിഞ്ഞപ്പോൾ ഞങ്ങൾ ആ ആംബുലൻസ് തടഞ്ഞിരുന്നു. ഞങ്ങളെ തള്ളി മാറ്റിയിട്ടാണ് പോലീസ് ഈ ആംബുലൻസ് മുന്നോട്ടെടുത്തപ്പോൾ ഞങ്ങൾ റോഡ് ഉപരോധിച്ചു. ഇത് നിങ്ങൾ പഴയ വിഷൻ എടുത്ത് പരിശോധിച്ചാൽ മനസ്സിലാവും. അങ്ങനെ റോഡ് ഉപരോധിക്കുകയും ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് ഇതിന്റെ പിറകിൽ. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കലക്ടർക്ക് കിട്ടിയ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ കലക്ടർ ഇദ്ദേഹത്തെ വല്ലാതെ മ്ലേച്ഛമായ രീതിയിലുള്ള ദിവ്യ പറഞ്ഞതിനെക്കാട്ടും രൂക്ഷമായ രീതിയിൽ കലക്ടറുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് കലക്ടറുടെ പീഡനത്തിന് ഇദ്ദേഹം ഇരയായിട്ടുണ്ട്. അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ചില നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട്. അതായത് ജില്ലാ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട കരാറ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില തൽപര കക്ഷികൾക്ക് കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ അതിൽ ചില പ്രശ്നങ്ങളുണ്ട്, തട്ടിക്കൂട്ട് കമ്പനിയാണ് എന്ന് ഇദ്ദേഹം പറഞ്ഞതായിട്ട് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ഉദ്യോഗസ്ഥന്മാരത് പറഞ്ഞതിന്റെ ഭാഗമായിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പ്രഷർ ഉണ്ടായിരുന്നു. ആ പ്രഷറിനൊക്കെ P. ശശിയാണ്. അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇതിന്റെ ഭാഗമാണ് എന്ന് അന്നേ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ വസന്ത്, അങ്ങനെയാണെങ്കിൽ ദിവ്യയെ അല്ലെങ്കിൽ മുന്നിൽ നിർത്തിക്കൊണ്ട് മറ്റ് വലിയ നീക്കങ്ങൾ നടന്നു, അതാണ് PV അൻവർ ആരോപിക്കുന്നത്.
മുഖ്യമന്ത്രിയുടെ ഓഫീസ് ചരട് വലിച്ചു, അതാണ് ഉണ്ടായത്, നടപടിയെടുത്തു എന്ന് പാർട്ടി പറയുമ്പോഴും ആർക്കെതിരെ നടപടിയെടുത്തു, അതെവിടെ കൊണ്ട് തീർന്നു എന്നുള്ളത്, ഇതിന് പിറകിൽ കൂടുതൽ ശക്തമായിട്ടുള്ള കരങ്ങളുണ്ട് എന്ന് അൻവർ പറയുന്നതിനെ രാഷ്ട്രീയ ആരോപണം മാത്രമെന്ന് പറഞ്ഞ് തള്ളിക്കളയായിരുന്നു CPM പാനലിസ്റ്റ്. അല്ല, ഒരിക്കലും പറ്റില്ല. കാര്യം എന്താണെന്ന് അറിയോ പറഞ്ഞാൽ, ഇതിനെ നമുക്കൊരു ക്രൊണോളജി ഉണ്ട് ഈ സീൻസിന്. ഒന്നാമതായി കണ്ണൂർ മെഡിക്കൽ കോളേജിലേക്ക് പോസ്റ്റ്മോർട്ടത്തിന് ബോഡി കൊണ്ടുപോകുന്നു. ആ സമയത്ത് ആദ്യം നവീൻ ബാബുവിന്റെ കുടുംബം പറയുന്നു അത് പറ്റില്ല, കണ്ണൂർ മെഡിക്കൽ കോളേജിൽ ഉള്ളത് വിശ്വാസയോഗ്യമല്ല എന്ന് അടിമുടി CPM ആയ ആ കുടുംബം പറയുന്നു. രണ്ടാമത് അവിടെ ഉണ്ടായിരുന്ന പ്രതിപക്ഷ സംഘടന യൂത്ത് കോൺഗ്രസ്, ഇപ്പോ BJP ഉണ്ടായിരുന്നു, യുവമോർച്ച ഉണ്ടായിരുന്നു, ഇവരെല്ലാവരും തന്നെ ആവശ്യപ്പെടുന്നു. അവിടുത്തെ CPI നേതൃത്വം ആവശ്യപ്പെടുന്നു. ന്യൂസ് 8ന്റെ ആർക്കൈവ്സിൽ എഴുതുന്നുണ്ട് കണ്ണൂർ മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം പാടില്ല എന്ന്. അത് ഞങ്ങളുടെ അന്നത്തെ നിലപാട് ശരിയാണ് എന്നതാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ശരിവെക്കുന്നത്. രണ്ടാമത് ദിവ്യയിലേക്ക് എന്തുകൊണ്ട് കോൺസെൻട്രേറ്റ് ചെയ്തു എന്ന് ചോദിച്ചാൽ, ദിവ്യയുടെ പ്രസംഗം നമ്മുടെ ഫ്രണ്ടിൽ നിൽക്കുകയാണ്. നോക്കൂ, വളരെ സുവ്യക്തമായി ദിവ്യ ഉയർത്തിവിടുന്ന ഒരു ആരോപണം, ഉയർത്തിവിടുന്ന ഒരു കാമ്പും കഴമ്പും ഇല്ലാത്ത ഒരു ആരോപണം അദ്ദേഹത്തെ നയിച്ചിട്ടുണ്ടാവാം എന്ന് നമുക്ക് തോന്നുന്ന രീതിയിൽ ആ വീഡിയോ നമ്മുടെ ഫ്രണ്ടിൽ നിൽക്കുന്നു. രണ്ടാമത് ദിവ്യക്ക് ജാമ്യം കിട്ടുന്നു. എപ്പോഴാണ് ജാമ്യം കിട്ടുന്നത്? കണ്ണൂർ കളക്ടറിന്റെ മൊഴി മാറിയതിനു ശേഷമാണ് ജാമ്യം കിട്ടുന്നത്. എപ്പോഴാ മൊഴി മാറുന്നത്? മുഖ്യമന്ത്രിയുടെ കേരള സ്റ്റേറ്റ് 1 എന്നെഴുതിയ കാറ് തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂർ വന്ന് കണ്ണൂർ ഗസ്റ്റ് ഹൗസിന്റെ ഉള്ളിൽ കയറി തിരിച്ചിറങ്ങുമ്പോൾ അവിടെ കണ്ണൂർ കളക്ടർ പോയി മുഖ്യമന്ത്രിയെ മുഖതാരാവ് കാണിക്കുന്നു. മുഖതാരാവ് കാണിച്ച് ആ അനുഗ്രാശിസ് മേടിച്ച് അദ്ദേഹം മടങ്ങി വരുന്നത് മൊഴി മാറ്റാൻ വേണ്ടിയാണ്. മൊഴി മാറുന്നു, ദിവ്യക്ക് ജാമ്യം കിട്ടുന്നു. ദിവ്യ ജാമ്യം കിട്ടിയ ഉടനെ മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നു. ന്യൂസ് 8ലാണ് ആദ്യം അത് ഏറിയതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ദിവ്യയുടെ ആദ്യത്തെ ബൈറ്റ് എന്തായിരുന്നു? അത് എന്നെ കരുവാക്കി, എന്നെ ഇതിൽ പ്രതി ചേർത്തു, എന്നെ ഇതിൽ ഒറ്റയ്ക്കാക്കി, ബലിയാടാക്കി എന്നുള്ള രീതിയിൽ ദിവ്യ പറഞ്ഞില്ലേ. പക്ഷെ വൈകുന്നേരമായപ്പോൾ ദിവ്യയുടെ ആ സ്റ്റേറ്റ്മെന്റ് മാറി. കാര്യം ശ്രീമതി ടീച്ചർ അടക്കമുള്ള CPMന്റെ ഉന്നത നേതൃത്വം ദിവ്യയെ വീട്ടിലെത്തി സന്ദർശിച്ചു. പറഞ്ഞു, കമാന്നൊരക്ഷരം മിണ്ടരുത്, എല്ലാ സംരക്ഷണവും ഞങ്ങൾ നൽകാം, തൽക്കാലം ഇലക്ഷൻ കഴിയുന്നോടം വരെ ഒരു ചെറിയൊരു സെറ്റിൽമെന്റ് ആണിത്, ചെറിയൊരു നീക്കുപോക്കാണിത്, ഇത് വലിയ ഇഷ്യൂ ആക്കണ്ട എന്ന് ദിവ്യയോട് പറഞ്ഞു. അവിടെ തൊട്ട് ഞങ്ങൾ ആരോപിക്കുന്നുണ്ട് ഇതിന് പിന്നിൽ CPM ഉണ്ട്, ഇതിന് പിന്നിൽ CPMന്റെ സംസ്ഥാന നേതൃത്വമുണ്ട്, മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ കൃത്യമായ ഇടപെടലുണ്ട് എന്ന് പറയുന്നത്. നോക്കൂ, അവരുടെ ഒരു കാര്യം കൂടി വളരെ പ്രധാനപ്പെട്ടാണ്, അതുകൊണ്ടാണ് ഞാൻ അത് ആഡ് ചെയ്യുന്നത്. ഈ ഇന്റേണൽ ഇഞ്ചുറിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് അങ്ങ് നേരത്തെ ഇടപെട്ടത്. ഇന്റേണൽ ഇഞ്ചുറി ഇല്ല എന്ന് പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നതിന്റെ ഒരു വലിയ പ്രശ്നം എന്താണെന്ന് അറിയാമോ? ഇന്റേണൽ ഇഞ്ചുറി ഇല്ല എന്ന് രേഖപ്പെടുത്തിയത് കൊണ്ടാണ് ഇന്റേണൽ ഓർഗൻസ് പ്രിസർവ് ചെയ്യേണ്ട, പ്രധാനപ്പെട്ട ഓർഗൻസ് ഒന്നും പ്രിസർവ് ചെയ്യേണ്ട എന്ന തീരുമാനത്തിലേക്ക് എത്താൻ ആർക്ക് സാധിക്കുന്നത്? ഈ ഡോക്ടർമാർക്ക് സാധിക്കുന്നത്. അങ്ങനെ ഡോക്ടർമാർക്ക് സാധിച്ചുകൊണ്ടാണ് അത് നശിപ്പിച്ച് കളഞ്ഞത്. അതായത് ഇനിയൊരു പോസ്റ്റ്മോർട്ടം നടത്തിയാൽ പോലും വലിയ തെളിവുകൾ എത്താൻ പറ്റാത്ത രീതിയിൽ വളരെ കൃത്യമായി തെളിവ് നശീകരണം 6 ഭാഗത്തു നിന്നുണ്ടായി. കണ്ണൂർ മെഡിക്കൽ കോളേജിലെ ഈ CPMന്റെ അച്ചാരം വാങ്ങിയ CPMന്റെ ആരാച്ചാര്യമാർക്ക് കൂട്ടുനിന്ന കണ്ണൂർ മെഡിക്കൽ കോളേജ് ഡോക്ടർമാർ അത് ചെയ്തു എന്നാണ് നമ്മൾ പറയുന്നത്. വളരെ കൃത്യമായി ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ അപർണ, ഇതൊരു ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡർ ആണ്. ആ മർഡറിൽ ഒന്നാമതായി PP ദിവ്യ മുതൽ ഇപ്പോ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ P ശശി വഴി കണ്ണൂർ മെഡിക്കൽ കോളേജിലെ ഏതൊക്കെ ഡോക്ടർമാരുണ്ടോ അവരെല്ലാവരും ചേർന്ന് ഒരുമിച്ച് എത്രയോ വളരെ പ്രധാനപ്പെട്ട ഏതോ വലിയൊരു അഴിമതി, ആ അഴിമതിക്ക് കൂട്ടുനിൽക്കാത്തതിന്റെ പേരിൽ ആ മനുഷ്യനെ കൊന്നു കെട്ടിത്തൂക്കിയതാണ് എന്ന് നമ്മളിപ്പോൾ മനസ്സിലാക്കുകയാണ്. ഇവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എത്രയൊക്കെ ചെയ്താലും സത്യം മൂടി വെക്കാൻ അധികം കാലം CPMനും AKG സെന്ററിനും കെൽപ്പുണ്ടാവില്ല എന്നുള്ളത് മനസ്സിലാക്കി. ശ്രീ N ഹരിദാസ്, വലിയ ഒരു കോക്കസ് പ്രവർത്തിച്ച ഒരു വിഷയം നടക്കുന്നു. അതിനകത്ത് PP ദിവ്യയെ മുന്നിൽ നിർത്തിക്കൊണ്ട് ആ കോക്കസ് പ്രവർത്തിക്കുന്നു. നവീൻ ബാബുവിന്റെ മരണമുണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ദിവ്യയെ സംരക്ഷിക്കാനുള്ള നീക്കം ആദ്യം നടത്തുന്നു. തിരഞ്ഞെടുപ്പ് കാലം കൂടിയാണ്, അത് ഒരുപാട് ഡിഫെൻഡ് ചെയ്ത് നിൽക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോഴും ദിവ്യയെ ബലിയാടാക്കിക്കൊണ്ട് ആ കേസ് അല്ലെങ്കിൽ ആ ചാപ്റ്റർ ക്ലോസ് ചെയ്യാനുള്ള ഒരു നീക്കത്തിലേക്ക് പാർട്ടി കടക്കുന്നു. അപ്പോൾ ഇതിന് പിറകിൽ നേരത്തെ അൻവറൊക്കെ പറഞ്ഞ പോലെ മറ്റ് വലിയ താപ്പാനകൾ സംരക്ഷിക്കപ്പെടുന്നു. അങ്ങനെ കൂടി വ്യക്തമായിട്ട് ആരോപിക്കുക കൂടിയാണോ BJP അടക്കം? ഇത് ഞാൻ AKG സെന്ററിന്റെ ഭാഗമാണ്. ബിജു കണ്ടക്കയാണ് വ്യാജ കത്തുണ്ടാക്കിയത്. അതിന്റെ ആ ലാപ്ടോപ്പ് പിടിച്ചെടുത്തോ? ആ കത്തിന്റെ ഉറവിടം കണ്ടെത്തിയോ? ഇല്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ആദ്യം വിജിലൻസ് തന്നെ ഈ പരാതി കിട്ടിയെന്ന് പറയുന്നു.
ബിനു മോഹൻ എന്ന് പറയുന്ന CA ആണ് പരാതി കിട്ടിയെന്ന് പറയുന്നത്. അങ്ങനെ ഒരു പരാതി അവിടെ കിട്ടിയിട്ടില്ലെന്ന് പിന്നീട് ബോധ്യപ്പെടുന്നു. പിന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പരാതി പോയി എന്ന് പറയുന്നു. പോയി ബിജു കണ്ടക്ക AKG സെന്ററിലാണ് ഇരിക്കുന്നത്. ബിജു കണ്ടച്ചയുടെ റിലേറ്റീവാണ് ഈ പമ്പിന്റെ ഓണർമാരായിട്ടുള്ള ആളുകൾ. അവര് MP ഗോവിന്ദന്റെ മക്കളുമായി നല്ല ഉറ്റ സൗഹൃദത്തിലുള്ള ആളുകളാണ്. കാരണം ഈ കാഞ്ഞങ്ങാട് പോലെയുള്ള പ്രദേശങ്ങളിൽ പമ്പൊക്കെയുള്ള ആളുകളാണ് സരിൻ എന്ന് പറയുന്നത്. ആ സരിനാണ് ഈ പമ്പിന്റെ ഉടമ എന്ന് വ്യക്തമാകുന്നത്. ഈ ബിനാമിയാണ് ആരുടെ ഈ പറയുന്ന ദിവ്യയുടെ ബിനാമിയാണ് ഈ സരിൻ എന്ന് പറയുന്നു. ഈ സരിന് ആർക്കൊക്കെ ചങ്ങാത്തമുണ്ട്, ഗോവിന്ദമാഷ മക്കളുമായിട്ട് നല്ല ചങ്ങാത്തത്തിലാണ്. ഇതൊക്കെ ഇതിന്റെ പിറകിലുള്ള അന്വേഷണം വരണ്ടേ? ഈ അന്വേഷണം വരുമ്പോൾ എന്തിനാണ് ഭയപ്പെടുന്നത്? അതുകൊണ്ട് കേരള പോലീസ് ഈ രീതിയിലുള്ള ഒരു അന്വേഷണം നടത്തില്ല. അതുകൊണ്ട് വൻ സ്രാവുകളുണ്ട് എന്ന് ഞങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നു. ഈ പേരുകളൊക്കെ ഞങ്ങൾ പറഞ്ഞതാണ്. അതുകൊണ്ട് ഈ അന്വേഷണം ഒരു ചെറിയ ലാഘവത്തോടെ കാണേണ്ട ഒരു അന്വേഷണമല്ല. കുടുംബത്തിന് പോലും ബോധ്യപ്പെട്ടിട്ടില്ല ഈ അന്വേഷണം നല്ല രീതിയിലാണ് നടക്കുന്നതെന്ന്. ഞാൻ ചോദിക്കട്ടെ, ഇവർ പറയുന്നത് കുടുംബത്തോടൊപ്പമാണെന്ന് പറയുന്നത്, പാർട്ടി കുടുംബമല്ലേ? ആ കുടുംബത്തിന് ബോധ്യപ്പെട്ടോ ഈ അന്വേഷണം നല്ല രീതിയിലാണ് സത്യസന്ധമായ രീതിയിലാണ് നടക്കുന്നതെന്ന് അവർക്ക് ബോധ്യപ്പെട്ടിട്ടില്ലല്ലോ. അവരെന്തിനാണ് കോടതി പോയി CBI അന്വേഷണം ആവശ്യപ്പെടുന്നത്? ഇവരുടെ കള്ളക്കളി മനസ്സിലാക്കിയത് കൊണ്ടാണ്. AKG സെന്ററിന്റെ കള്ളക്കളിയും പാർട്ടിയുടെ കള്ളക്കളിയും അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ കള്ളക്കളിയും ഫോറൻസിക് ഡോക്ടറുടെ കള്ളക്കളിയും ഒക്കെ ബോധ്യപ്പെട്ടതാണ് ആ കുടുംബത്തിന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ഇപ്പോൾ അവര് ഈ അന്വേഷണം CBI അന്വേഷണം വേണമെന്ന് പറയുന്നത്. അവിടെ ആരെങ്കിലും അതിന്റെ CBI കൂട്ടിലിട്ട തത്തെയാണ്. അതുകൊണ്ട് ആ അന്വേഷണം അങ്ങനെ നീങ്ങില്ല, ആരെങ്കിലും വന്ന് പിടിക്കുമെന്നൊക്കെ ഭയപ്പെട്ടിട്ട് ഈ കാര്യങ്ങൾ വെറുതെ തീർച്ചയായിട്ടും രാഷ്ട്രീയ ആരോപണം. തീർച്ചയായിട്ടും ശ്രീ എൻ ഹരിദാസ് ഒപ്പം വസന്ത് തെങ്ങുംപള്ളി, ഈ ആരോപണം രാഷ്ട്രീയപരമായിട്ട് മാത്രം ഉന്നയിക്കപ്പെടുന്നതല്ല എന്ന് വ്യക്തമാണ്. കാരണം നമ്മൾ പ്രേക്ഷകരോട് ചോദിക്കുന്നു, ഈ അന്വേഷണം ശ്രമമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ട് എന്ന് 92% പ്രേക്ഷകരും പറയുന്നുണ്ട്. അതായത് ADMന്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ശരിയായ ദിശയിലല്ല എന്ന് വിശ്വസിക്കുന്നവരാണ് ബഹുഭൂരിപക്ഷവും. 6% പ്രേക്ഷകർ മാത്രമാണ് അല്ല എന്ന് പറഞ്ഞത്. അതായത് ഇത് കുടുംബത്തിൻ്റെ മാത്രം സംശയമല്ല, പൊതുജനവും സംശയിക്കുന്നുണ്ട്. എന്തൊക്കെയോ ദുരൂഹത ഇപ്പോഴും അന്വേഷണത്തിൽ ബാക്കി നിൽക്കുന്നുണ്ട് എന്ന്. എങ്കിൽ ആ ദുരൂഹത മാറ്റാൻ അല്ലെങ്കിൽ ആ സംശയം നിൽക്കാൻ എന്തുകൊണ്ട് കേന്ദ്ര ഏജൻസി അന്വേഷിച്ചുകൂടി, അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്നുള്ള കുടുംബത്തിൻ്റെ ആവശ്യത്തോട് എന്തിനാണ് സർക്കാരും CPM മുഖം തിരിക്കുന്നത് എന്ന ചോദ്യം ബാക്കിയാവുകയാണ്. വളരെയധികം നന്ദി വസന്ത് തെങ്ങുംപള്ളി, എൻ ഹരിദാസ്, നേരത്തെ നമുക്കൊപ്പം ചേർന്ന ശ്രീ സുഭാഷ് പപ്പു, ഒപ്പം റെജി ലൂക്കോസ്. പൂർണ്ണമാകുന്നു. നമസ്കാരം.